ഹലോ, ഗുഡ് ഈവനിങ് എവ്രി വൺ. എല്ലാവർക്കും സുഖാണെന്ന് വിശ്വസിക്കുന്നു. ഞാൻ റഹ്മത്ത്, വിൻബിൾ അക്കാദമി കൗൺസിലറാണ്. വിൻബിൾ അക്കാദമിയുടെ കീഴിൽ സംഘടിപ്പിക്കുന്ന ഫ്രീ വെബിനാറിന്റെ പുതിയൊരു ചാപ്റ്ററിലോട്ട് എല്ലാവർക്കും ഹൃദ്യമായ സ്വാഗതം. ഓരോ ദിവസവും പുതിയ കാര്യങ്ങൾ പഠിച്ചും മനസ്സിലാക്കിയുമൊക്കെ നമ്മുടെ വെബിനാറിന്റെ ജേണി ഇങ്ങനെ മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുകയാണ്. നമുക്കറിയാം, ഒരു മെന്റൽ ഹെൽത്ത് പ്രൊഫഷണൽസിനെ സംബന്ധിച്ചിടത്തോളം പുതിയ ഒരുപാട് കാര്യങ്ങൾ നമ്മൾ പഠിക്കേണ്ടതുണ്ട്, മനസ്സിലാക്കേണ്ടതുണ്ട്. പുതിയ തെറാപ്പികളാണെങ്കിലും പുതിയ നോളജുകളാണെങ്കിലും നമ്മൾ മനസ്സിലാക്കി നമ്മളിങ്ങനെ അപ്ഡേറ്റഡ് ആക്കിക്കൊണ്ടിരിക്കണം. സോ ഇതിലൂടെയൊക്കെ നമ്മുടെ കരിയറിലും നമ്മുടെ ലൈഫിലും ഒക്കെ നമുക്ക് ഒരുപാട് ഷൈൻ ചെയ്യാൻ സാധിക്കുന്ന വ്യത്യസ്തമായിട്ടുള്ള അറിവുകളാണ് നമ്മുടെ വർക്ക്ഷോപ്പുകളിലൂടെ ആണെങ്കിലും വെബിനാറുകളിലൂടെ ആണെങ്കിലും ദിനേന എന്നോണം വിൻബിളിലൂടെ നമുക്ക് കിട്ടിക്കൊണ്ടിരിക്കുന്നത്. സോ നമ്മൾ ഇന്നും അത്തരത്തിൽ പുതിയൊരു ടോപ്പിക്കുമാണ് ഡിസ്കസ് ചെയ്യാൻ ഉദ്ദേശിക്കുന്നത്. ഹൗ ഇമോഷൻസ് അഫക്ട് ഇമ്മ്യൂണിറ്റി എന്നുള്ളതാണ്. നമുക്കറിയാം, പലപ്പോഴും നമ്മുടെ ഇമോഷൻസ് സാഡ് ആണെങ്കിലും ഫിയർ ആണെങ്കിലും ആങ്കർ ആണെങ്കിലും സ്ട്രെസ് ആണെങ്കിലും ഒക്കെ നമ്മൾ എപ്പോഴും മൈൻഡുമായിട്ടാണ് കൂടുതൽ കണക്റ്റഡ് എന്ന് നമ്മൾ തിരിക്കാറുണ്ട്. എങ്കിൽ അത് മൈൻഡ് പോലെ തന്നെ നമ്മുടെ ഹെൽത്തിനെയും ഒരുപോലെ അഫക്റ്റ് ചെയ്യുന്നു എന്നുള്ളതാണ്. സോ നമ്മുടെ ഇമോഷൻസ് നമ്മുടെ ഹെൽത്തിനെ നമ്മുടെ ഡെയിലി ലൈഫിൽ എങ്ങനെ അഫക്റ്റ് ചെയ്യുന്നു, അതുപോലെ എങ്ങനെ ഇത് കൺട്രോൾ ചെയ്യാം, എങ്ങനെ ബാലൻസ്ഡ് ആക്കാം എന്നുള്ള കാര്യങ്ങളൊക്കെയാണ് നമ്മുടെ ഈ ഒരു സെഷനിലൂടെ ഇന്ന് നമ്മൾ ഡിസ്കസ് ചെയ്യാൻ ഉദ്ദേശിക്കുന്നത്. സോ നമ്മുടെ ഈ ഒരു ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള സെഷൻ ഇവിടെ ലീഡ് ചെയ്യുന്നത് വർഷ മാം ആണ്. മാം ഒരു കൺസൾട്ടന്റ് സൈക്കോളജിസ്റ്റ് ആണ്, സൈക്കോ തെറാപ്പിസ്റ്റ് ആണ്, റെമഡിയൽ ട്രെയിനർ കൂടിയാണ്. നമുക്കറിയാം, വിൻബിൾ അക്കാദമിയിൽ തന്നെ വ്യത്യസ്തമായിട്ടുള്ള കോഴ്സുകളും വർക്ക്ഷോപ്പുകളും ഒക്കെ മാം നടത്തി വരുന്നുണ്ട്. സോ മാമിന്റെ തന്നെ സൊമാറ്റിക് തെറാപ്പിയുടെ 4th ബാച്ച് മാർച്ച് 5th നമ്മൾ സ്റ്റാർട്ട് ചെയ്യുന്നുണ്ട്. LD ഡിപ്ലോമ ബാച്ചുകളൊക്കെ നമ്മളിപ്പോൾ ഓൺഗോയിങ് ആണ്. സോ അതുപോലെ തന്നെ വ്യത്യസ്തമായിട്ടുള്ള ടോപ്പിക്കുകളിൽ വീക്കിലി നമുക്ക് മാം വെബിനാറുകൾ കണ്ടക്ട് ചെയ്ത് തരാറുണ്ട്. സോ നമ്മുടെ ഈ ഒരു സെഷൻ നമുക്ക് ഇവിടെ തുടക്കം കുറിക്കാം. ഒരിക്കൽ കൂടി നിങ്ങളുടെയൊക്കെ വിലപ്പെട്ട സമയം മാറ്റിവെച്ച് ഈ പ്ലാറ്റ്ഫോമിലെത്തി എല്ലാവരെയും നമ്മുടെ വെബിനാറിലോട്ട് ഹൃദ്യമായി സ്വാഗതം ചെയ്യുന്നു. അതോടൊപ്പം നമ്മുടെ സെഷൻ മനോഹരമായി ലീഡ് ചെയ്യുന്നതിന് വേണ്ടി വർഷ മാമിനെ ഏറെ സ്നേഹത്തോടെ വെൽക്കം ചെയ്യുന്നു. മാം, പ്ലീസ് വെൽക്കം. താങ്ക് യു സോ മച്ച്. Thank you, Rahmat. Okay. Hello, good evening, all. Good evening, ma'am. Good evening. Good evening. Okay. അപ്പോ ഇന്ന് നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്ന കാര്യം ഇമോഷൻസ് എങ്ങനെയാ നമ്മളുടെ ഇമ്മ്യൂണിറ്റീനെ അഫക്റ്റ് ചെയ്യാന്നുള്ളതാണ്. എന്ന് വെച്ച് കഴിഞ്ഞാൽ ഗുഡ് ഈവനിങ്. കാരണം ഏറ്റവും ചെറിയൊരു കാര്യം പറയാം. നമ്മൾ പറയില്ലേ, നമ്മൾ ഒന്നാമത് വയ്യാതിരിക്കുക, അല്ലെങ്കിൽ നമ്മൾ എന്തെങ്കിലും പ്രോബ്ലംസ് ഒക്കെ ആയിട്ട് ഇങ്ങനെ ഇരിക്കുകയായിരിക്കും. അപ്പോഴാണെങ്കിൽ ഈ വയ്യായിക വന്നാൽ മാറില്ല. ഇപ്പൊ എസ്പെഷ്യലി ഇപ്പൊ നമ്മുടെ പാർട്ട്നേഴ്സ് ഒക്കെ കുറച്ച് എന്താ പറയാ, നമ്മളെ ഭയങ്കര ടോർച്ചർ ചെയ്ത്, അല്ലെങ്കിൽ നമ്മൾ ഭയങ്കരമായിട്ട് മെന്റലി ഫിസിക്കലി ഒക്കെ ഭയങ്കര ടയേർഡ് ആണെന്ന് വിചാരിച്ചു, നമ്മൾ എക്സോസ്റ്റഡ് ആണെന്ന് കരുതിക്കാം. അല്ലെങ്കിൽ ഒരു NPD പാർട്ട്ണർ ആണ് നമുക്ക് ഉള്ളതെന്ന് കരുതാം, അല്ലെങ്കിൽ പാരന്റ്സ് അങ്ങനെയാണെന്ന് ജസ്റ്റ് വിചാരിച്ചു നോക്കിയേ. ഇങ്ങനെ വരുമ്പോഴത്തേക്ക് നമ്മൾ ശ്രദ്ധിച്ചിട്ടുണ്ടെങ്കിൽ, അല്ലെങ്കിൽ നമ്മുടെ അടുത്ത് വരുന്ന ആളുകളെ ശ്രദ്ധിച്ചു കഴിഞ്ഞാൽ നമുക്ക് മനസ്സിലാക്കാൻ പറ്റും ഇവർക്ക് എപ്പോഴും അസുഖങ്ങളായിരിക്കും. എന്തെങ്കിലുമൊക്കെ ആയിട്ട് ഇങ്ങനെ വന്നുകൊണ്ടിരിക്കും. അല്ലെങ്കിൽ ചിലപ്പോ മൈഗ്രെയിൻ ആയിരിക്കാം വരാ, അല്ലെങ്കിൽ എന്തെങ്കിലും സ്കിൻ ഇൻഫെക്ഷൻ ആയിരിക്കാം, എന്നുവെച്ചാൽ എന്തെങ്കിലും ഒരു ഡിസീസ് ആയിട്ട് അത് മാറിയിട്ടുണ്ടാവും. ഓക്കെ, ആ റെക്കോർഡിംഗ് ഓൺ ആണല്ലോ, അവൈലബിൾ ആയിരിക്കും കേട്ടോ റെക്കോർഡിംഗ്. ഓക്കെ, അപ്പൊ ഇതേപോലുള്ള അസുഖങ്ങളും കാര്യങ്ങളൊക്കെ ആർക്കുണ്ടാവും? ഈ പറയുന്ന വിക്ടിംസിന് ഉണ്ടാവാറുണ്ട്. അപ്പൊ അവര് പറയുന്ന കാര്യമാണ് സ്ഥിരം പറയണം, ഒന്നാമത് എനിക്ക് ജീവിച്ച് മതിയായി, സഹിച്ചു മതിയായി. അപ്പൊ ഈ അസുഖം കൂടി വന്നു കഴിഞ്ഞാൽ ഞാൻ എന്താ ചെയ്യാ? അന്ന് ആ ഓപ്പോസിറ്റ് നിൽക്കുന്ന ആളുണ്ടല്ലോ, ആൾക്ക് ഈ പറഞ്ഞ അസുഖവും വരില്ല, ഒന്നും വരില്ല. അപ്പൊ നമ്മള് ഇങ്ങനെ സാധാരണ ഇങ്ങനെ ചില ആളുകൾ പറയുന്ന കാര്യം, ദുഷ്ടന്മാരിങ്ങനെ പന പോലെ ഉയർത്തിക്കൊണ്ടുപോകുന്നൊക്കെ ചില സമയത്ത് ഇവര് പറയാറുണ്ട്. അപ്പൊ ഇവരുടെ ഭാഗത്ത് നിന്ന് ആലോചിക്കുമ്പോ അതെ, ഓപ്പോസിറ്റ് നിൽക്കുന്ന ആൾക്ക് പ്രശ്നങ്ങളൊന്നുമില്ല, നമ്മളാണെങ്കിൽ ഈ അസുഖം വന്ന് വയ്യാതെയായി, ചിലപ്പോ ഡോക്ടറിന്റെ അടുത്ത് പോകാനും കൂടി പൈസ തരാണ്ടൊക്കെ ആയിരിക്കും നമ്മൾ അവര് നിർത്തിയിട്ടുണ്ടാവാം. ഓക്കെ, അപ്പൊ ഇതിന്റെയൊക്കെ മെയിൻ കാരണം എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മളുടെ ഇമോഷൻസ് ഉണ്ടല്ലോ, നമ്മൾ നിൽക്കുന്ന ഒരു എൻവയൺമെന്റിൽ നമ്മൾ ഫേസ് ചെയ്യുന്ന കാര്യങ്ങൾ, നമ്മുടെ സ്ട്രെസ്, ഈ കാര്യങ്ങളൊക്കെ നമ്മുടെ ഇമ്മ്യൂണിറ്റീനെ ബാധിക്കുന്നുണ്ടാവും. അപ്പൊ ഇമ്മ്യൂണിറ്റിനെ ബാധിച്ചു തുടങ്ങുമ്പോ എന്താ പറ്റുക? ഇമ്മ്യൂണിറ്റിനെ ബാധിക്കാൻ തുടങ്ങുമ്പോഴേക്കും നമുക്ക് ഇങ്ങനെ എപ്പോഴും അസുഖങ്ങൾ വരാ, അല്ലെങ്കിൽ ഇൻഫെക്ഷൻ വരാ, എപ്പോഴും ഇങ്ങനെ മരുന്ന് വാങ്ങാനായിട്ട് പോയിക്കൊണ്ടേ ഇരിക്കേണ്ടി വരും. കാരണം ഒന്ന് കഴിഞ്ഞ് വന്നൊന്ന് റെസ്റ്റ് എടുത്ത് 2 ആഴ്ച കഴിയുമ്പോഴത്തേക്കും അടുത്ത ഇൻഫെക്ഷനായി. ഇൻഫെക്ഷൻസ് ഇങ്ങനെ മാറി മാറി വന്നോണ്ടിരിക്കുകയായിരിക്കും. അപ്പൊ എല്ലാരും പറയും നിനക്ക് ഇമ്മ്യൂണിറ്റി ഇല്ല, നീ എന്തെങ്കിലും വാങ്ങി കഴിക്കുന്നൊക്കെ പറയുമ്പോ
ചിലപ്പോൾ അതിലുള്ള മരുന്ന് നമ്മൾ എടുക്കണ്ടെന്ന് വിചാരിച്ചോ, ചില സമയത്ത് അത് ആക്ട് ചെയ്യുന്നുണ്ടാവില്ല. ആക്ട് ചെയ്യാത്തത് മരുന്നിന്റെ പ്രശ്നം കൊണ്ടല്ല, മറിച്ച് നമ്മൾ അതിനേക്കാളും ബോഡിയിൽ ഇങ്ങനെ ഭയങ്കര സ്ട്രെസ്ഫുൾ ആയിട്ട് അങ്ങനെ നിൽക്കുന്ന ഒരു പൊസിഷനിൽ എത്തുമ്പോഴേക്കും മെഡിസിനും ആക്ട് ചെയ്യാൻ കുറച്ച് സ്ലോ ആയിട്ട് തുടങ്ങാറുണ്ട്. ഓക്കെ. അപ്പൊ നമ്മൾ ചുരുക്കി നോക്കി കഴിഞ്ഞു കഴിഞ്ഞാൽ ഈ നമുക്ക് വരുന്ന ഈ ഓരോ ഇമോഷൻസും എന്ത് സംഭവിക്കും, നമ്മളുടെ ഇമ്മ്യൂണിറ്റിനെ ബാധിക്കുകയാണ്. ഇമ്മ്യൂണിറ്റിനെ ബാധിച്ചു തുടങ്ങുമ്പോൾ നമുക്ക് എന്താ പറ്റുക, പലതരത്തിലുള്ള ഡിസീസസ്, ഇൻഫെക്ഷൻസ്, ഇങ്ങനെ തുടങ്ങിയ കാര്യങ്ങൾ വന്നുകൊണ്ടിരിക്കും. ഓക്കെ, മനസ്സിലായ? യെസ് മാം. ഓക്കെ. അപ്പൊ ഞാൻ സ്ക്രീൻ ഷെയർ ചെയ്യാം കേട്ടോ. ഓക്കെ, ഞാൻ എന്റെ വീഡിയോ പോസ്റ്റ് ചെയ്യുന്നുണ്ട്, സ്ക്രീൻ ഷെയർ ചെയ്യാം. നമ്മൾ വിചാരിക്കേ, നമുക്കൊരു സങ്കടവും സന്തോഷവും ഇതൊക്കെ വരുന്ന സമയത്ത് നമ്മൾ വിചാരിക്കുന്ന ഒരു കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ഇതൊക്കെ നമ്മളെ മൈൻഡിലുള്ള കാര്യമല്ലേ. ഇമോഷൻസ് ഒക്കെ മനസ്സിലുള്ള കാര്യങ്ങളാണ്, നമ്മളുടെ മൈൻഡിലുള്ള കാര്യങ്ങളാണ്. ഇതൊക്കെ എങ്ങനെ ബോഡീനെ എഫക്ട് ചെയ്യുക? ഇപ്പൊ ഞാൻ സ്ട്രെസ് ആയിട്ട്, പക്ഷെ ഇപ്പൊ എല്ലാവരും ഇത് റിയലൈസ് ചെയ്യുന്നുണ്ട്. നേരത്തെ ഒക്കെ നോക്കുകയാണെങ്കിൽ ഒരാൾക്ക് എപ്പോഴും പനിയും അല്ലെങ്കിൽ എന്തെങ്കിലുമൊക്കെ പ്രശ്നങ്ങൾ വന്നാലും അവരവരുടെ ഇമോഷൻസിനെ കുറിച്ചിട്ട് അവർ ചിന്തിക്കുന്നില്ല, അല്ലെങ്കിൽ അവര് കടന്നു പോകുന്ന കാര്യങ്ങൾ അതൊന്നും അവര് നോക്കുന്നില്ല. ജസ്റ്റ് ബോഡി ബേസ് ചെയ്ത് മാത്രമായിരിക്കും നോക്കുക. പക്ഷെ ഇപ്പോ നമ്മള് കുറെ ആളുകള് ചിന്തിച്ചു തുടങ്ങിയിരിക്കുന്ന ഒരു കാര്യം കൂടിയാണിത്. കാരണം എപ്പോഴും ആളുകൾ വിചാരിക്കുക ഇമോഷൻസ് ഒക്കെ മൈൻഡിലാണെന്നാണ്, അല്ലെങ്കിൽ ബോഡിയിൽ വരുന്ന ഡിസീസ് വേറെയാണ്, അത് സെപ്പറേറ്റ് ആണ് എന്നാണ്. പക്ഷെ അങ്ങനല്ല. മൈൻഡും ബോഡിയും തമ്മിൽ കണക്ഷൻ ഉണ്ട്. നമ്മൾ എപ്പോഴും കേൾക്കുന്ന കാര്യമല്ലേ, മൈൻഡും ബോഡിയും തമ്മിൽ എന്തുണ്ട്, ഒരു കണക്ഷൻ ഉണ്ട്, അത് സെപ്പറേറ്റ് അല്ല എന്നാണ് പറയാം. ഇപ്പൊ നമ്മൾ പെട്ടെന്ന് പേടിക്കുകയാണ്, പെട്ടെന്ന് പേടിക്കുന്ന സമയത്ത് എന്തുകൊണ്ടാണ് നമ്മുടെ ഹാർട്ട് ബീറ്റ് ഫാസ്റ്റ് ആവണേ? അവിടെ എന്തൊരു കണക്ഷൻ ഉള്ളത് കൊണ്ടല്ലേ. അത് ഇല്ലാന്നാണെങ്കിൽ നമുക്ക് വെറുതെ പേടിച്ചാൽ മാത്രം പോരെ, ബോഡിയിൽ സിംറ്റംസ് കാണിക്കോ? ഇല്ല. അപ്പൊ അവിടെ ഒരു കണക്ഷൻ ഉണ്ട്. ഇപ്പൊ നമുക്ക് ചില പേടിയുള്ള കാര്യം സംഭവിക്കാന്ന് വിചാരിച്ചോ, നമുക്ക് ഇങ്ങനെ ഭയങ്കര ടെൻഷനിൽ നിൽക്കാം, അടുത്തത് എന്താവുമെന്ന് നമുക്ക് അറിയില്ല. അങ്ങനെ നിൽക്കുന്ന സമയത്തായിരിക്കും പെട്ടെന്ന് നമുക്ക് വയറുവേദന വരാം. അത്രയും നേരം കുഴപ്പമുണ്ടാവില്ല എന്ന് വിചാരിക്കും. ചിലപ്പോൾ ആ സമയത്തുമ്പോഴേക്കും നമുക്ക് ടോയ്ലറ്റിൽ പോകണം, അല്ലെങ്കിൽ ഛർദ്ദിക്കാൻ വരാം, പിന്നെ വയറിനൊക്കെ ഒരു അസ്വസ്ഥത വരാം, ഇങ്ങനത്തെ പ്രശ്നങ്ങൾ വരും. അല്ലെങ്കിൽ നമ്മൾ ഭയങ്കര വിഷമം, ഇപ്പോൾ ഡിപ്രസീവ് ആയിട്ടുള്ള ആളുകളാണെങ്കിലോ അവർക്ക് മിക്കപ്പോഴും ബോഡി പെയിന്, ബോഡിക്ക് ക്ഷീണം, ഇങ്ങനെ ആയിരിക്കും. അപ്പൊ സാധാരണ നമുക്കിപ്പോ പേടിയാണെന്ന് വിചാരിച്ചോ, അല്ലെങ്കിൽ നമുക്ക് ദേഷ്യം വരാന്ന് കരുതാ, സങ്കടം, അതുപോലെ ഗിൽറ്റി ഫീലിംഗ്, എന്തെങ്കിലും ഒരു കാര്യം നമ്മൾ ചെയ്തിട്ട് നമ്മൾ അതിനെന്താ പറയാ, അതിനൊന്ന് പൂർത്തീകരിച്ചിട്ടില്ല എന്ന് വിചാരിക്കുക, നമ്മൾ ചെയ്തത് തെറ്റായിപ്പോയി, പക്ഷെ നമ്മള് അതിനൊന്ന് ഒരു ക്ലോഷറിൽ കൊണ്ടുവന്നിട്ടില്ല. ഇപ്പൊ ചൈൽഡ്ഹുഡിലുള്ള പ്രശ്നങ്ങളാണെങ്കിലൊക്കെ അങ്ങനെ തന്നെയാണ്, നമ്മൾ അതൊരു ക്ലോഷറിൽ എത്തിച്ചിട്ടില്ല എന്നാണെങ്കിൽ അതിൻ്റെതായ പ്രശ്നങ്ങൾ ബോഡിയിൽ കാണിക്കാൻ തുടങ്ങും എന്നാണ് പറയാം. പിന്നെ അതുപോലെ നമ്മുടെ ഒറ്റപ്പെടല്, അല്ലെങ്കിൽ നമുക്കൊരു ഷെയിംഫുൾ സിറ്റുവേഷൻ ഉണ്ടെങ്കിൽ, ഇതൊക്കെ എന്താ സംഭവിക്കണത്, നമ്മളുടെ ബോഡിയിൽ ഓരോ ചേഞ്ചസ് വരുത്തുന്നുണ്ട്. അപ്പോ ഇമോഷൻസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഫീലിങ്സ് എന്നുള്ളത് മാത്രമല്ല, ഇതൊക്കെ നമ്മളുടെ ബോഡിയിൽ പലതരത്തിലുള്ള റിയാക്ഷൻസ് ക്രിയേറ്റ് ചെയ്യുന്നുണ്ട്. അപ്പൊ പല കെമിക്കൽസ് നമ്മുടെ ബോഡിയിൽ റിലീസ് ആവുന്നുണ്ട്. ഈ കെമിക്കൽസ് എന്ത് ചെയ്യും, നമ്മുടെ ഇമ്മ്യൂൺ സിസ്റ്റത്തിനെ ഡയറക്ട്ലി കൺട്രോൾ ചെയ്യും. അപ്പൊ ഇമ്മ്യൂൺ സിസ്റ്റം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താ, നമ്മുടെ ബോഡിയുടെ ഡിഫൻസ് സിസ്റ്റം അല്ലേ, എന്ന് വെച്ചാൽ നമുക്ക് ഇൻഫെക്ഷൻ വരാതെ, വൈറസ് അല്ലെങ്കിൽ നമുക്ക് ഡാമേജ്, ഇങ്ങനത്തെ കാര്യങ്ങളിൽ നിന്ന് നമ്മളെ പ്രൊട്ടക്ട് ചെയ്യുന്ന ഒരു കാര്യമാണല്ലോ നമ്മളുടെ ഇമ്മ്യൂൺ സിസ്റ്റം എന്ന് പറയണേ. അപ്പോ എന്ത് പറ്റുമെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ ഇമോഷൻസിന് എന്ത് ചെയ്യാൻ പറ്റും, നമ്മുടെ ഇമ്മ്യൂണിറ്റിനെ ചേഞ്ച് ചെയ്യാൻ പറ്റും. അപ്പൊ അതേപോലെ തന്നെ ഇമോഷൻസ് നമുക്ക് ടോട്ടലി നമുക്ക് എന്ത് പറയാം, നമുക്ക് നമ്മൾ ഏത് ഇമോഷനിലാണോ നിൽക്കുന്നത് അതനുസരിച്ച് നമ്മുടെ ഹെൽത്തിൽ ചേഞ്ചസ് വരാം. ഓക്കെ. ഇപ്പൊ നമുക്ക് പല വിഭാഗം എന്താ പറയാ, ഇപ്പൊ അലോപ്പതി, ആയുർവേദം, ഹോമിയോപ്പതി ഒക്കെ ഉണ്ട്. അപ്പൊ അതിലൊക്കെ പൊതുവെ ഡോക്ടേഴ്സ് ഒക്കെ ചോദിക്കുന്ന കാര്യമാണ്, ഇപ്പൊ നിങ്ങൾ എങ്ങനെയാണ്, നിങ്ങൾ സ്ട്രെസ്ഫുൾ ആയിട്ടാണോ ഇരിക്കണേ, കഴിഞ്ഞ ഒരാഴ്ചയായിട്ട് എന്താണ് സംഭവിച്ചേ, ഓക്കെ ആണോ, ഹാപ്പി ആണോ, എന്തെങ്കിലും ബുദ്ധിമുട്ടുള്ള കാര്യങ്ങൾ ഉണ്ടായോ, എന്നുവെച്ചാൽ ഫിസിക്കൽ സിംറ്റംസ് അല്ലാതെ അവർ നമ്മൾ എന്തുകൊണ്ട് നമ്മളുടെ മനസ്സിന്റെ കാര്യങ്ങളൊക്കെ ചോദിക്കണേ, കാരണം എന്താന്ന് വെച്ചാൽ അവിടെ ഒരു കണക്ഷൻ ഉണ്ട്. ആ ഒരു കണക്ഷൻ കാരണം നമുക്ക് എന്തുണ്ടാവുന്നുണ്ട്, ബോഡിയിൽ അതിൻ്റെതായ പ്രശ്നങ്ങളും ബുദ്ധിമുട്ടുകളും ഒക്കെ അവിടെ
വരുന്നുണ്ട്. ഓക്കെ. അപ്പോ ബോഡി അതിനൊരിക്കലും എന്താ പറയാ, നമുക്ക് ഓരോ ഇമോഷൻസ് ഉണ്ടാവാം, അത് മൈൻഡിലുള്ള കാര്യമല്ലേ, അല്ലെങ്കിൽ അത് ജസ്റ്റ് ഒരു ഫീലിംഗ് അല്ലേ എന്ന് പറഞ്ഞിട്ട് വിടല്ല ചെയ്യുക. അതിനൊക്കെ നമ്മളുടെ ബോഡി ഓരോ ത്രെറ്റ് ആയിട്ടായിരിക്കും എന്ത് ചെയ്യണേ, കണ്ടു തുടങ്ങുന്നുണ്ടാവുക. ഓക്കെ. ഇപ്പോ ഇതിലില്ലാത്തതിൽ കൊടുക്കാത്ത ഒരു കാര്യം ഞാൻ പറഞ്ഞുതരാം. നമ്മൾ ഈ സൊമാറ്റോഫോം ഡിസോർഡർ എന്നൊക്കെ ഇല്ലേ, സൊമാറ്റിക് ഡിസോർഡർ എന്നൊക്കെ കേട്ടിട്ടില്ലേ? എന്ന് വെച്ച് കഴിഞ്ഞാൽ ചില ആളുകൾക്ക് ഇങ്ങനെ ഓരോ പ്രശ്നങ്ങൾ കാണിക്കും. തലവേദന, വയറുവേദന, കാലുവേദന എന്നൊക്കെ പറഞ്ഞിട്ട് ഓരോ വേദനകൾ കാണിക്കും. അങ്ങനെ അവര് ഡോക്ടറിന്റെ അടുത്ത് പോകും ചെക്ക് ചെയ്യാൻ. കാരണം സ്ഥിരം വേദനയാണല്ലോ. അങ്ങനെ അവര് ചെക്ക് ചെയ്യാൻ പോകുമ്പോഴേക്കും ചെക്ക് ചെയ്യാനൊക്കെ പോയി ചെക്ക് ചെയ്ത് കഴിഞ്ഞ് വരുമ്പോ ഡോക്ടേഴ്സ് പറയുന്നുണ്ടാവും അങ്ങനെ ഒന്നും കാണിക്കുന്നില്ല, പ്രശ്നങ്ങളൊന്നും ഇല്ലല്ലോ, സ്ട്രെസ് ഒന്ന് കുറച്ച് കഴിഞ്ഞാൽ ഓക്കെ ആവുന്നുള്ളത്. അപ്പൊ അതൊക്കെ നമുക്ക് സൊമാറ്റിക് ഡിസോർഡർ എന്നുള്ളൊരു ഇതിലേക്ക് വരുത്താം. എന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് ആ സ്ട്രെസ് ഉള്ള സമയത്ത് അത് വരുന്നു, അതിനുശേഷം അല്ലെങ്കിൽ ഒരു എൻവയൺമെന്റ് ചേഞ്ച് ആകുമ്പോഴത്തേക്ക് അത് പോകും. പക്ഷെ നമ്മളുടെ ഇമ്മ്യൂണിറ്റി എന്ന് വെച്ചാൽ സ്ട്രെസ് കാരണം നമ്മളുടെ ഇമ്മ്യൂണിറ്റി അഫക്റ്റ് ചെയ്യപ്പെട്ടിട്ടുണ്ടെങ്കിൽ ഇതേപോലെ ആയിരിക്കില്ല. എന്ന് വെച്ചാൽ എൻവയൺമെന്റ് മാറിയാലും അസുഖം മാറണം എന്നില്ല. അവിടെ മെഡിസിൻ എടുക്കേണ്ടി വരും, ചിലപ്പോൾ ദിവസങ്ങളോളം ആഴ്ചകളോളം മെഡിസിൻ എടുക്കേണ്ടി വരും. ഈ രീതിയിലേക്ക് ആയിരിക്കും പോവാ. അതൊരു എക്സാമ്പിൾ പറഞ്ഞുതരാം. എല്ലാരും ഇവിടെ തന്നെ ഉണ്ടോ? യെസ് ഉണ്ട് മാം, കേൾക്കുന്നുണ്ട്, Yes, ma'am. ക്ലിയർ ആവുന്നു. ഓക്കെ. Yes. അപ്പൊ ജസ്റ്റ് ഇങ്ങനെ ആലോചിച്ച് നോക്കും, ഒരു കുട്ടി ക്ലാസ്സിൽ പോവാൻ വേണ്ടിയിട്ട് നിക്കാന്ന് കരുതാം. അപ്പൊ ഈ കുട്ടിക്ക് രാവിലെ, ഇപ്പം മിക്ക ദിവസം ഇങ്ങനെ തന്നെയാണ്, രാവിലെ എഴുന്നേറ്റ് കഴിയുമ്പോഴത്തേക്കും ആൾക്ക് ജലദോഷം വരാം, മൂക്കടപ്പ് വരാം, തലവേദന, വയറുവേദന, ഇങ്ങനെ പല വേദനകളും വരുന്നുണ്ട്. രാവിലെ അവൻ കട്ടിലിന്ന് എഴുന്നേക്കുന്ന കൂടിയില്ല, ഇതേപോലെ ഓരോ വേദനകളൊക്കെ കാണിച്ചിട്ട് ഇങ്ങനെ നിക്കാം. അപ്പൊ അവന്റെ വീട്ടുകാർ വിചാരിക്കുന്നുണ്ട് ഇവനെന്താ പറ്റി, ഇവനെന്താ പ്രശ്നം? സ്കൂളിൽ പോകുന്ന ദിവസങ്ങളിൽ മാത്രമേ പ്രശ്നമുള്ളൂ, ഹോളിഡേയ്സിന്റെ സമയത്ത് ഈ പ്രശ്നങ്ങളൊന്നും ഇല്ല. പക്ഷെ അമ്മയ്ക്ക് അത് കണ്ടില്ല, അല്ലെങ്കിൽ അച്ഛൻ അത് കണ്ടില്ല എന്ന് വെക്കാൻ പറ്റുന്നില്ല. കാരണം അവൻ ഈ തലവേദന എന്നൊക്കെ പറഞ്ഞിട്ട് തലയിൽ ഇങ്ങനെ പിടിച്ച് ആ കട്ടിലേക്ക് കിടന്ന് ഉരുളാണ് ചെയ്യണ, വേദന എടുക്കണു എന്നൊക്കെ പറഞ്ഞിട്ട്. പക്ഷെ ഹോളിഡേയ്സിൽ പ്രശ്നമില്ല. അപ്പൊ പാരന്റ്സ് എന്ത് ചെയ്തു എന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ കുട്ടീനെയും കൊണ്ട് ഡോക്ടറിന്റെ അടുത്ത് പോവാ. ഡോക്ടറിനെ പോയി കാണിച്ചപ്പോഴത്തേക്കും ഡോക്ടർ പറഞ്ഞു അങ്ങനെ ഒരു ഇൽനെസ് ഒന്നും ഇല്ലല്ലോ, എവറിത്തിങ് ഇസ് പെർഫെക്റ്റ്ലി ഫൈൻ എന്നൊക്കെ പറഞ്ഞിട്ട്, കുഴപ്പമൊന്നും ഇല്ല കേട്ടോ എന്നൊക്കെ പറഞ്ഞ് ഡോക്ടർ പറഞ്ഞു വിട്ടു. അപ്പൊ ഡോക്ടർ പറയാം സ്ട്രെസ് വന്നിട്ടാ, ടെൻഷൻ വന്നിട്ടാ. അതെ, അത് തന്നെയാ കാരണം. കാരണം ടെസ്റ്റിലും ബാക്കി കാര്യങ്ങളിലൊന്നും ആൾക്ക് പ്രശ്നങ്ങളില്ല, ഇൻഫെക്ഷൻസ് ഇല്ല, എല്ലാം നോർമൽ ആണ്. ഹോളിഡേയ്സിൽ ഈ പറഞ്ഞ പ്രശ്നങ്ങളെ ഉണ്ടാവുന്നില്ല, സ്കൂൾ ഡേയ്സിൽ മാത്രമാണ് ഉണ്ടാവണേ. അതും ഈ സ്കൂൾ ഡേയ്സിൽ ഇത് വരുമ്പോഴത്തേക്കും ആള് സ്കൂളിൽ പോകുന്നില്ല, ആബ്സെന്റ് ആവാണ് ചെയ്യുക. കുറച്ച് കഴിയുമ്പോഴത്തേക്കും ആള് ബാക്ക് ടു നോർമൽ ആവുന്നുണ്ട്. അപ്പൊ അതിൽ നിന്ന് നമുക്ക് മനസ്സിലായി എന്ത്, ആ കുട്ടിക്ക് എന്തോ സ്കൂൾ റിലേറ്റഡ് ആയിട്ട് എന്തോ പ്രശ്നമുണ്ട്, അല്ലെങ്കിൽ എന്തോ പേടിയുണ്ട്. അത് കാരണം ആ കുട്ടി എന്ത് ചെയ്യണില്ല, സ്കൂളിൽ പോകുന്നില്ല. ആ സമയത്ത് തന്നെ ഓരോ ഫിസിക്കൽ സിംറ്റംസും ആ കുട്ടിക്ക് വരുന്നുണ്ട്. അപ്പൊ അത് നമുക്കൊരു സൊമാറ്റിക് ഡിസോർഡർ ആയിട്ട് കണക്കാക്കാം. കാരണം ബാക്കി ദിവസങ്ങളിലും പ്രശ്നമില്ല, ടെസ്റ്റ് ഒക്കെ നോർമൽ ആണ്. ഇനി അതേപോലെ വേറൊരു കുട്ടീനെ കുറിച്ച് ചിന്തിക്കാം. ആ കുട്ടി സ്കൂളിൽ പോണ സമയത്തൊക്കെ ഭയങ്കര ബുള്ളിങ് കേട്ടോണ്ടിരിക്കുക. ആ കുട്ടി പഠിക്കുന്ന സ്കൂളിൽ എല്ലാവരും എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഭയങ്കര സ്റ്റൈലിഷ് ആയിട്ടൊക്കെയാണ് വരുന്നത്. പക്ഷെ ഈ കുട്ടി മാത്രം എപ്പോഴും പോകുമ്പോഴേക്കും അത്രയും ആ ഒരു രീതിയിലല്ല പോണെ. കാരണം ആൾക്ക് വീട്ടിലുള്ളവരൊക്കെ ടേക്ക് കെയർ ചെയ്യണം, അച്ഛൻ മരിച്ചുപോയി, അപ്പൊ അങ്ങനത്തെ കുറെ പ്രശ്നങ്ങളൊക്കെ ഉണ്ട്. അങ്ങനത്തെ ഒരു ഫാമിലിയിൽ നിന്ന് ഒരു കുട്ടി കോൺസ്റ്റന്റ് ബുള്ളിങ് ആണ് സ്കൂളിൽ നിന്ന്. ഈ കുട്ടിക്ക് പതുക്കെ പനി വരുന്നുണ്ട്, അതുപോലെ തന്നെ ത്രോട്ട് പെയിന്, കഫ്, ബോഡി പെയിന്, സെയിം നേരത്തെ പറഞ്ഞ പോലത്തെ പല കാര്യങ്ങളും ഈ കുട്ടിക്ക് വന്നിട്ടുണ്ട്. അപ്പോ ഇതിങ്ങനെ കണ്ടു തുടങ്ങിയപ്പോഴേക്കും ആ കുട്ടീനെ ഡോക്ടറിന്റെ അടുത്ത് കൊണ്ടുപോയി. ഡോക്ടറിന്റെ അടുത്ത് കൊണ്ടുപോയി നോക്കുമ്പോൾ ഈ പറഞ്ഞ എല്ലാ കാര്യങ്ങളും ആ കുട്ടിയുടെ ബോഡിയിലുണ്ട്. ഇൻഫെക്ഷൻ ഉണ്ട്, അതേപോലെ തന്നെ അതിൻ്റെതായ പല പ്രശ്നങ്ങളും ഉണ്ട്. ഡോക്ടർ ചെക്ക് ചെയ്തപ്പോഴത്തേക്കും ഡോക്ടറിന് അതാണ് മനസ്സിലാക്കാനായിട്ട് പറ്റിയത്, ഇൻഫെക്ഷൻ ഒക്കെ ഉണ്ടെന്ന് മനസ്സിലായി. പിന്നെ ഇങ്ങനെ ഡീറ്റെയിൽസ് ചോദിക്കുമ്പോഴത്തേക്കും ഇടക്കിടക്ക് ഇൻഫെക്ഷൻസ് വരുന്നുണ്ട്. ഓക്കെ, ഈ കൊല്ലം തീരാറായപ്പോഴത്തേക്കും പല സമയങ്ങളിലാണ് ഇവൻ ലീവ് എടുക്കണേ. മനഃപൂർവ്വം പോവാതിരിക്കുന്നല്ല, ഇവന് വയ്യാണ്ടായിട്ടാണ് ഇവൻ സ്കൂളിൽ പോവാതിരിക്കണേ. അപ്പൊ ഡോക്ടർ അവനുള്ള മരുന്ന് എഴുതി കൊടുത്തു, റെസ്റ്റ് എടുക്കാൻ പറഞ്ഞു, കുറച്ച് ടൈം എടുക്കും എന്നൊക്കെയാണ് പറഞ്ഞു വിട്ടെ. ഇതിനെ നമുക്ക് എന്താ, സ്ട്രെസ് കാരണം ഇമ്മ്യൂണിറ്റി എഫക്ട് ചെയ്യപ്പെട്ട ഒരു കണ്ടീഷൻ എന്ന് പറയാം. കാരണം ഇവിടെ നമ്മൾ ഡോക്ടറിന്റെ അടുത്ത് പോയപ്പോ എന്താ ചെക്ക് ചെയ്തപ്പോഴേക്കും എന്തൊക്കെയോ പ്രശ്നങ്ങളുണ്ട് ഇല്ലേ. സൊമാറ്റിക് ഡിസോർഡറിൽ നമ്മൾ ആദ്യം പറഞ്ഞതില് ടെസ്റ്റ് ഒക്കെ നോർമലാ,
അങ്ങനെയാണ് ഒരു ഡിഫറൻസ് വരിക. അങ്ങനെയാണ് നമ്മൾ ഡിഫറൻസ് കണ്ടുപിടിക്കേണ്ടത്. കാരണം നമുക്ക് കോൺസ്റ്റന്റ് ആയിട്ട് സ്ട്രെസ് ഉണ്ടാവുന്ന സമയത്ത് എന്ത് പറ്റുമെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മളുടെ ഇമ്മ്യൂണിറ്റി ലോ ആവാനായിട്ട് തുടങ്ങും. അപ്പൊ ലോ ആവാൻ തുടങ്ങുമ്പോഴേക്കും അതിന്റെ പ്രശ്നങ്ങൾ വരും. അപ്പൊ സൊമാറ്റിക് ഡിസോർഡറിൽ സ്ട്രെസ് ശരിക്കും പറഞ്ഞാൽ അതൊരു ഡിസീസിനെ പോലെ ആക്ട് ചെയ്യാണ് ചെയ്യണേ. ഓക്കെ, സൊമാറ്റിക് ഡിസോർഡറിൽ നോക്കിക്കഴിഞ്ഞാൽ ഈ സ്ട്രെസ് എന്താ പറ്റണേ, ഒരു ഡിസീസിനെ പോലെ ആക്ട് ചെയ്യാണ് ചെയ്യുക. ഇമ്മ്യൂണിറ്റി പ്രോബ്ലം ആണെങ്കിൽ ഈ സ്ട്രെസ് കാരണം ഒരു ഡിസീസ് ക്രിയേറ്റ് ആവാം. ഇങ്ങനെയാണ് ഇത് രണ്ടിന്റെയും ഒരു ഡിഫറൻസ് വരാം. പിന്നെ നമ്മൾ വേറൊരു എക്സാമ്പിൾ പറഞ്ഞു കഴിഞ്ഞാൽ ഒരു ഒരു മോള് കേട്ടോ, ആളാണ് ആളുടെ അമ്മേനെ നോക്കണേ, അമ്മ പാരലൈസ്ഡ് ആണ്. പക്ഷെ ഈ മോൾക്ക് എപ്പോഴും ഇങ്ങനെ വയ്യാണ്ടായിക്കൊണ്ടിരിക്കുക, മൗത്ത് അൾസർ വരുന്നു, ഫ്രീക്വന്റ് ആയിട്ട് ഫീവർ വരുന്നു, ബോഡി പെയിന്, വളരെ കുറച്ച് സമയമൊക്കെ ഉറങ്ങുള്ളൂ. അപ്പൊ ഇങ്ങനെ വരുമ്പോ ആ കുട്ടിക്കും പ്രശ്നങ്ങളെ ഇതൊന്നും ഇല്ലാതെയും പ്രോബ്ലംസ് വരാറുണ്ട്. നമ്മളിപ്പോ സൈക്കോളജിക്കൽ സൈഡ് ആണോ നോക്കണേ. അപ്പൊ അങ്ങനെ വരുമ്പോ അതും എന്താ പറയാ, ഓൾവേസ് വെറീഡ് ആണ് അമ്മയുടെ കാര്യം ഓർത്ത്. അപ്പോഴും ഇൻഫെക്ഷൻസ് വരാണ്. അപ്പൊ ഇമ്മ്യൂണിറ്റി ലോ ആവാണ് ചെയ്യണേ. അപ്പം സ്ട്രെസ് എന്ത് ചെയ്യും, നമുക്ക് ഡിസീസസ് വരാതിരിക്കാനുള്ള ആ ഒരു പ്രൊട്ടക്ഷനെ റെഡ്യൂസ് ചെയ്യാനായിട്ടാണ് തുടങ്ങാം. ഓക്കെ, മനസ്സിലാവുന്നുണ്ടോ? ഉണ്ട് മാം. ഓക്കെ ഓക്കെ ഇനി അടുത്തതാണ് സൈക്കോ ന്യൂറോ ഇമ്മ്യൂണോളജി. വലിയൊരു വാക്കാണെങ്കിലും സൈക്കോ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മൈൻഡ്, ന്യൂറോ നമ്മുടെ ബ്രെയിൻ നെർവ്സ്, ഇമ്മ്യൂണോളജി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ ഇമ്മ്യൂൺ സിസ്റ്റം. ഇതിൽ ഉദ്ദേശിക്കുന്ന കാര്യം ഇത്രേ ഉള്ളൂ, നമ്മളുടെ മൈൻഡ് എന്ത് ചെയ്യും, ഓക്കെ, മൈൻഡ് എന്ത് ചെയ്യും, നമ്മളുടെ ബ്രെയിനിനെ എഫക്ട് ചെയ്യും. ഓക്കെ, ഞാന് ചാറ്റിലുള്ള മെസ്സേജ് ഫുള്ള് വായിച്ചിട്ടില്ല കേട്ടോ. ഓക്കെ, അപ്പം മൈൻഡ് എന്ത് ചെയ്യും, നമ്മളുടെ ബ്രെയിനിനെ എഫക്ട് ചെയ്യും. ബ്രെയിൻ നമ്മളുടെ ഇമ്മ്യൂൺ സിസ്റ്റം, ഇമ്മ്യൂൺ സിസ്റ്റം വീണ്ടും ഹെൽത്തിനെ എഫക്ട് ചെയ്യും. ഈ രീതിയിലാണ് ഈ സൈക്കോ ന്യൂറോ ഇമ്മ്യൂണോളജി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ. എന്ന് വെച്ച് കഴിഞ്ഞാൽ വേറെ ഒന്നല്ല, നമ്മൾ എന്ത് ചിന്തിക്കുന്നു, നമ്മൾ എന്ത് ഫീൽ ചെയ്യുന്നു, അത് നമ്മളുടെ ബോഡീന്റെ ഹെൽത്തിനെ ചേഞ്ച് ചെയ്യുന്നു എന്നാണ് അർത്ഥം. അതിലും ഉണ്ട് വ്യത്യാസം. ഒരു രണ്ട് ലേഡീനെ ആലോചിക്കും, രണ്ടുപേർക്കും പനിയാണ്, രണ്ടുപേർക്കും നല്ല ഫീവർ ഉണ്ട്. ആദ്യത്തെ വുമൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആള് കുറച്ച് ഹാപ്പിയാണ്, സപ്പോർട്ടഡ് ആണ്, ആൾക്ക് വീട്ടിൽ നിന്നൊക്കെ ഒരു സപ്പോർട്ട് കിട്ടുന്ന ഒരാളാണെന്ന് കരുതാം. നന്നായിട്ട് ഉറങ്ങുന്നുണ്ട്, കുഴപ്പമില്ല, വീട്ടുകാരൊക്കെ കുറച്ച് സന്തോഷത്തിലാണ് ഉള്ളത്. ഡോക്ടറിനെ പോയി കാണിച്ചു, മരുന്ന് വാങ്ങി. ചിലപ്പോൾ ആളുടെ ബോഡിയിൽ അല്ലെങ്കിൽ എന്താ പറയാ, ആളുടെ ബുദ്ധിമുട്ടുകൾ ചിലപ്പോൾ ഒരു 3 ദിവസം കൊണ്ട് മാറിയെന്ന് വിചാരിക്കും. നമ്മളിപ്പോ 2 വുമൻ അല്ലേ പറഞ്ഞത്, വേറൊരു വുമൻ ആളുടെ വീട്ടിലെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഫുള്ള് അബ്യൂസ് ആണ്, പേടിച്ചിട്ടാണ് ജീവിക്കണേ, ഉറക്കമില്ല, രാത്രി മൊത്തം ഉറങ്ങാതിരിക്കുക. കാരണം എപ്പോഴാണ് ഹസ്ബൻഡ് ഉപദ്രവിക്കാന്ന് അറിയില്ല, അല്ലെങ്കിൽ എപ്പോഴാണ് ഒരു പ്രശ്നം വരാന്ന് അറിയില്ല. ഫുള്ളി അലേർട്ടാണ് അവര്, അവർക്കും പനി തന്നെയാ വന്നത്. അപ്പോ ഇതിൽ എന്താ സംഭവിക്കുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ സെയിം ഇഷ്യൂ ആണ് രണ്ടുപേർക്കും. പക്ഷെ രണ്ടുപേർക്കും ഉള്ളത്, നമ്മൾ സൈക്കോളജിക്കൽ സൈഡ് ഉണ്ടോ നോക്കണേ, രണ്ടുപേർക്കും ഡിഫറെന്റ് ഇമോഷൻസ് ആണുള്ളത്, ഡിഫറെന്റ് എൻവയൺമെന്റ് ആണ്. ഈ ഡിഫറെന്റ് എൻവയൺമെന്റ് ആവുമ്പോഴേക്കും അവിടെ ഡിഫറെന്റ് രീതിയിലായിരിക്കും അവരുടെ ഇമ്മ്യൂണിറ്റി വർക്ക് ചെയ്യണേ. ഒരാൾക്ക് കുറച്ചു മുന്നേ ഹീൽ ചെയ്യപ്പെട്ടിട്ടുണ്ടാവാം, ഒരാൾക്ക് കുറച്ചും കൂടി ലേറ്റ് ആയിട്ടുണ്ടാവാം. ഈവൻ ഈ ഹീലിംഗിന്റെ ടൈം ഡിപ്പെൻഡ് ചെയ്യുന്നതും അതിലൊരു കാര്യം, ഓക്കെ, ഫുള്ളി ഇതാണെന്നല്ല, അതിൽ ഒരു ഫാക്ടർ എന്ന് പറയുന്നത് നമ്മളുടെ മൈൻഡ് തന്നെയാണ്. നമ്മളെ മൈൻഡ് ഓക്കെ ആവുന്ന അനുസരിച്ച് സ്പീഡി റിക്കവറി പോസിബിൾ ആണെന്നാണ് പറയാം. ഇതിനെയാണ് ഈ സൈക്കോ ന്യൂറോ ഇമ്മ്യൂണോളജി എന്ന് പറയാം. PDF ഉണ്ടാവും കേട്ടോ, PDF അയച്ചുതരാം. ഇനി ഇതൊരു എന്താ പറയാ, 3 ബയോളജിക്കൽ ഹൈവേസിലൂടെയാണ് ഇത് പോകുന്നതെന്നാണ് പറയണത്. നമ്മളിതില് HPA ആക്സിസ് എന്നാണ് പറയണേ. അപ്പൊ അത് പൊതുവെ ഇപ്പോ നമ്മള് കേൾക്കുന്നുണ്ടാവും. കാരണം എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ ഇപ്പൊ കുറെ സ്ഥലങ്ങളിൽ ഈ ഒരു കമ്മ്യൂണിക്കേഷൻ നമ്മൾ മനസ്സിലാക്കുന്നുണ്ട്. എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മളുടെ ഇമ്മ്യൂണിറ്റി, നമ്മളുടെ ഇമോഷൻസ് നമ്മളുടെ ഇമ്മ്യൂണിറ്റിനെ എഫക്ട് ചെയ്യുന്നു പറഞ്ഞില്ലേ. അപ്പൊ അത് 3 ബയോളജിക്കൽ വേസിലൂടെ പോകും. HPA ആക്സിസ്, ഓക്കെ, ബ്രെയിനിൽ നിന്ന് HPA ആക്സിസ്, ഹോർമോൺസ്, ഈ രീതിയിലാണ് പോണേ. എന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് എന്തെങ്കിലും ഒരു ഫിയർ ഫീൽ ചെയ്യാണ്, സാഡ്നെസ് ഫീൽ ചെയ്യാണ്, ദേഷ്യം വരാണെങ്കിൽ
ഈ ഒരു ഏരിയ എന്ന് വെച്ചാൽ നമ്മൾ HPA ആക്സിസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഹൈപ്പോതലാമസ്, പിറ്റ്യൂട്ടറി ഗ്ലാൻഡ്, അഡ്രിനൽ ഗ്ലാൻഡ്, ഇതാണ് അതിനെ പറയണേ. ഓക്കെ, പാർട്ട് ഓഫ് ദ ബ്രെയിനും പിന്നെ അതുപോലെ അഡ്രിനൽ ഗ്ലാൻഡ് ഇങ്ങനെയാണ് വരുന്നത്. അപ്പോൾ ഇവിടെ എന്താ സംഭവിക്കാന്ന് വെച്ച് കഴിഞ്ഞാൽ ഇതൊരു സ്ട്രെസ്സിന്റെ റെസ്പോൺസ് സിസ്റ്റം ആണ്. എന്ന് വെച്ചാൽ നമുക്ക് ഡേഞ്ചർ വരുമ്പോൾ നമ്മളെ പ്രൊട്ടക്ട് ചെയ്യാനും നമ്മളെ സർവൈവ് ചെയ്യാനും അതുപോലെ തന്നെ ഫൈറ്റ് ഓർ ഫ്ലൈറ്റ് ആ മോഡിൽ നമ്മളെ പ്രിപ്പയർ ചെയ്യേണ്ടത്. എന്ന് വെച്ചാൽ നമ്മുടെ ബോഡിയുടെ ഒരു അലാം സിസ്റ്റം പോലെ ഇങ്ങനെയാണ് വരുന്നത്. അപ്പോൾ ഈ 3 രീതിയിലാണ് വെച്ചാൽ ബ്രെയിന്, HPA ആക്സിസ് പിന്നെ അതുപോലെ ഹോർമോൺസ്, ഈ രീതിയിലാണ് എന്ത് വരണേ, നമ്മളുടെ ആ ഒരു വേ വരണേ. എന്ന് വെച്ചാൽ ആദ്യം നമുക്കൊരു ഫിയർ ഉണ്ടാവുന്നു, അത് കഴിയുമ്പോൾ HPA ആക്സിസിലൂടെ ഉള്ള ഒരു വേയിൽ പോകുന്നു, ഹോർമോൺസിനെ എഫക്ട് ചെയ്യുന്നു, പിന്നെ ഹെൽത്ത് ഇഷ്യൂ ഉണ്ടാവുന്നു. ആ രീതിയിലാണ് പറയാ. അപ്പോൾ ഈ HPA ആക്സിസിൽ അത് എങ്ങനെയാ വരുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇപ്പൊ ഒരു സിമ്പിൾ ആയിട്ട് പറയുകയാണെങ്കിൽ നമ്മളെ വീട്ടിലൊരു കള്ളൻ വന്നെന്ന് വിചാരിക്കാം. നമ്മുടെ വീടിന് പുറത്ത് ഒരു കള്ളൻ വന്നിട്ടുണ്ടേ. അപ്പൊ ഈ കള്ളൻ വന്ന സമയത്ത് പെട്ടെന്ന് നമുക്കൊരു അലാം സിസ്റ്റം ഒക്കെ ഉള്ള ഒരു വീടാന്ന് കരുതാം. അപ്പൊ ഒരു അലാം അടിക്കാണ്, കള്ളൻ വന്നു, അലാം അടിച്ചു. അപ്പൊ അലാം അടിച്ച സമയത്ത് തന്നെ ഫുള്ള് നമ്മളുടെ വീട്ടിലെ സിസ്റ്റം ഒക്കെ ഓണായി. അപ്പൊ അവിടുത്തെ ലൈറ്റ് ഓണായി, അവിടുത്തെ ഡോറൊക്കെ ലോക്ക് ചെയ്യപ്പെട്ടു. അപ്പൊ ഓൾറെഡി നമ്മളുടെ അവിടെ ക്ലീനിങ് ഒക്കെ ചെയ്യാൻ ആളുകളൊക്കെ ഉണ്ടെന്ന് കരുതുക. ക്ലീനിങ്ങും പിന്നെ വീടിന്റെ ഉള്ളിലെ മെയിൻ്റനൻസും കാര്യങ്ങളൊക്കെ ചെയ്യാൻ അവിടെ ആളുണ്ടെന്ന് കരുതിക്കുക. പക്ഷെ ഇങ്ങനെ ഒരു ഡേഞ്ചർ ഉണ്ടാവുന്ന സമയത്ത് എന്ത് ചെയ്യും, ഈ പറഞ്ഞ ക്ലീനിങ്ങും റിപ്പയറിങ്ങും ഒന്നും ആ സമയത്ത് നടക്കില്ല. അതൊക്കെ സ്റ്റോപ്പ് ചെയ്തിട്ടായിരിക്കും നിൽക്കണേ. കാരണം ഇതൊന്നും വർക്ക് ചെയ്യേണ്ട, നമുക്കിപ്പോ ചെയ്യേണ്ട കാര്യം സർവൈവ് ചെയ്യാന്നുള്ളതാ. ഓക്കെ, അപ്പോ ഇതിങ്ങനെ തന്നെ നിൽക്കുക. കള്ളൻ ചിലപ്പോ അവിടെ നിന്ന് പോയിട്ടുണ്ടാവും. കള്ളൻ പോയിട്ടും ഇതിന്റെ ഉള്ളിൽ, ആ വീടിന്റെ ഉള്ളിലുള്ള ആൾക്കാരൊക്കെ ഇപ്പോഴും വേറൊന്നും ചെയ്യാതെ കള്ളം വരുമോ എന്ന് ഓർത്തിട്ട് ഇങ്ങനെ ഭയങ്കര അലാം രീതിയിൽ ഇങ്ങനെ നിൽക്കുന്ന സമയത്ത് എന്ത് പറ്റുമെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇവര് ക്ലീനിങ്ങോ റിപ്പയറിങ്ങോ ഒന്നും നടത്തുന്നില്ലല്ലോ. അപ്പൊ വീടിന്റെ ഉള്ളിൽ പ്രശ്നങ്ങൾ വരില്ല, ഡസ്റ്റ് കളക്ട് ആവും, ഓരോ സ്ഥലങ്ങളിൽ അതിന്റെ എന്താ പറയാ പൊട്ടാൻ തുടങ്ങും, അല്ലെങ്കിൽ പല പ്രശ്നങ്ങളും ഡസ്റ്റും കാര്യങ്ങളൊക്കെ ആ വീടിന്റെ ഉള്ളിൽ വന്ന് നിറയാണ്. ഇതേപോലെയാണ് നമ്മുടെ ഈ ഒരു ആക്സിസിൽ പോവാ. എന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് ആദ്യം ഒരു സ്ട്രെസ് നമ്മുടെ മൈൻഡിൽ സ്റ്റാർട്ട് ചെയ്തു. ഓക്കെ, അത് സ്റ്റാർട്ട് ചെയ്ത് കഴിയുമ്പോഴത്തേക്കും തന്നെ നമുക്ക് എന്താ പറ്റുന്ന വെച്ചാൽ നമ്മളുടെ ബോഡി സ്ട്രെസ്സിന് വേണ്ടി പ്രിപ്പയർ ചെയ്യാണ്. അപ്പൊ ബാക്കി കാര്യങ്ങളൊന്നും അവിടെ നടക്കുന്നില്ല. നമ്മൾ ഫുള്ളി ഇങ്ങനെ അലേർട്ട് ആയിട്ടാണ് നിൽക്കണേ. ആ സമയത്ത് നമ്മളുടെ സ്ട്രെസ്സിന്റെ ഹോർമോൺസ് ഒക്കെ അവിടെ റിലീസ് ആവാണ് ചെയ്യാം. അങ്ങനെ പതുക്കെ എന്ത് പറ്റും, ആ ഹോർമോൺസ് കാരണം നമുക്ക് പ്രശ്നങ്ങൾ വരാൻ തുടങ്ങും. എന്ന് വെച്ചാൽ നമ്മുടെ ഹാർട്ട് ബീറ്റ് കൂടാണ്, ബ്രീത്തിങ് കൂടാണ്, മസിൽസ് ഒക്കെ ടൈറ്റൻ ആവാണ്, നമ്മുടെ അലേർട്ട്നെസ് ഒക്കെ കൂടും. എന്തോ വലിയ കാര്യം സംഭവിക്കാൻ പോണല്ലേ, അപ്പൊ അലേർട്ട്നെസ് കൂടും, അറ്റൻഷൻ കൂടും. അങ്ങനെ നമ്മളൊരു ഫൈറ്റ് ഫ്ലൈറ്റ് റെസ്പോൺസിലായിരിക്കും നിൽക്കാം. ഇതിങ്ങനെ കണ്ടിന്യൂസ് ഈ മോഡിലാണ് പോകുന്നതെങ്കിൽ ഹെൽത്ത് ഇഷ്യൂസ് ഉണ്ടാവും. ഈ പാനിക് ഡിസോർഡറും ആങ്സൈറ്റി ഒക്കെ ഉള്ള ആളുകൾക്ക് ഹെൽത്ത് ഇഷ്യൂസും ഉണ്ടാവുന്ന കാരണം ഇതുകൊണ്ടാണ്. കാരണം അവരുടെ ബോഡി ഫുൾ ടൈം ഒരു അലാം സിസ്റ്റത്തിലാണ് നിൽക്കുന്നത്. ഓക്കെ, മനസ്സിലാവുന്നുണ്ടോ? Yes, ma'am. ഓക്കെ, പിന്നെ അതേപോലെ തന്നെ നമ്മുടെ ഓട്ടോണോമിക് നെർവസ് സിസ്റ്റം എന്ന് വെച്ചാൽ നമുക്ക് സിമ്പത്തറ്റിക്കും ഉണ്ട് പാരസിമ്പത്തറ്റിക്കും ഉണ്ട്. സിമ്പത്തറ്റിക് എന്ന് പറയുമ്പോഴത്തേക്കും നമ്മളുടെ ഫൈറ്റ് ഓർ ഫ്ലൈറ്റ് റെസ്പോൺസ് ആണ്. ആങ്സൈറ്റി, പാനിക് ആവുക, ട്രോമ, ഇതൊക്കെ സമയത്ത് നമ്മളെ ഫൈറ്റ് ഫ്ലൈറ്റ് ആ ഒരു ഇതിലായിരിക്കും നമ്മളുടെ ബോഡി നിൽക്കുക. പാരസിമ്പത്തറ്റിക് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മളെ റെസ്റ്റ് ആ ഒരു രീതി, അത് നമ്മൾ സേഫ് ആയിട്ട് കാമായിട്ട് കണക്റ്റഡ് ആയിട്ട് ആ ഒരു ഫീലാണ് നമുക്ക് ഉണ്ടാവുക. അപ്പൊ പലപ്പോഴും നമ്മൾ ഹൈലി സ്ട്രെസ്ഡ് ആകുമ്പോഴത്തേക്കും നമ്മൾ ഏത് സ്റ്റേജിലായിരിക്കും, നമ്മളൊരു സിമ്പത്തറ്റിക് അവിടെയാണ് ആക്റ്റീവ് ആവുക. അപ്പൊ നമ്മൾ ഓൾമോസ്റ്റ് എവറി ടൈം അലേർട്ട് ആയിട്ടാണ് ഉണ്ടാവുക. പാരസിമ്പത്തറ്റിക് ആയിരിക്കില്ല അപ്പോ നമുക്ക് ഉണ്ടാവണേ. അപ്പൊ ഇവിടെ എന്താ പറ്റാന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് പല രീതിയിലുള്ള ഇൻഫ്ലമേഷൻസും കാര്യങ്ങളൊക്കെ വരാനായിട്ട് തുടങ്ങും. പക്ഷെ നെഗറ്റീവ് ആയിട്ട് നമുക്ക് ഇമോഷൻസ് ഉണ്ടാവില്ലേ, നെഗറ്റീവ് ഇമോഷൻസ് ഉണ്ടാവുമ്പോഴേക്കും നമുക്ക് ഇന്റേണൽ ഹീറ്റും അതുപോലെ ടിഷ്യൂസിന്റെ ഇറിറ്റേഷനും അതുപോലെ ഇൻഫ്ലമേറ്ററി കെമിക്കൽസ് ഇങ്ങനത്തെ കാര്യങ്ങളൊക്കെ അവിടെ റിലീസ് ആവാണ് ചെയ്യാം. ഓക്കെ, അപ്പൊ ഇങ്ങനെ വരുമ്പോഴേക്കും എന്താ പറ്റാന്ന് വെച്ച് കഴിഞ്ഞാൽ സൈലന്റ് ഇൻഫ്ലമേഷൻസ് ബോഡി എന്ന് വെച്ചാൽ പുറമെ നമുക്ക് സാധാരണ ഇപ്പൊ കൈ മുറിഞ്ഞു കഴിഞ്ഞാൽ കൈ മുറിഞ്ഞു, ചോര വന്നു, അല്ലെങ്കിൽ അവിടെ നീര് വന്നു കാണാൻ പറ്റും അല്ലെ. പക്ഷെ ഇതിന്റെ ഒക്കെ ഒരു പ്രശ്നം എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ ചിലത് സൈലന്റ് ഇൻഫ്ലമേഷൻ ആണ്, നമ്മുടെ ബോഡീന്റെ ഉള്ളിൽ നടക്കുന്ന കാര്യങ്ങളായിരിക്കും. നമ്മൾ ചിലപ്പോൾ അതിനെക്കുറിച്ച് അവെയർ ആവണമെന്നില്ല. അതൊരു അത്രയും ഒരു അവസ്ഥയിൽ എത്തുമ്പോഴായിരിക്കാം ചിലപ്പോൾ നമ്മൾ അവെയർ ആയിട്ട് നമ്മൾ അത് ടെസ്റ്റ് ചെയ്യാനും മറ്റും ഒരു ഡോക്ടറിന്റെ അടുത്ത് പോവാം. ഇപ്പൊ തൈറോയ്ഡ് ഇഷ്യൂസ്, ഡയബറ്റീസ്, സ്കിന്നിൽ വരുന്ന ഡിസീസസ്, ജോയിന്റ് പെയിൻ,
ക്യാൻസർ റിസ്ക്, ഹാർട്ട് ഡിസീസ്, ഡിപ്രഷൻ, ഇതിലൊക്കെ എന്താ പറയാ, സ്ട്രെസ് ഒരു കാരണം തന്നെയാണ്. കാരണം ഇമോഷൻസിന് നമ്മളുടെ ബോഡിയിൽ ഇൻഫർമേഷൻസ് ക്രിയേറ്റ് ചെയ്യാനും അതുപോലെ തന്നെ അതിനെ കുറയ്ക്കാനും പറ്റും എന്നാണ് പറയണത്. അതിന്റെ ഒരു എക്സാമ്പിൾ, ഒരു കേസ് എക്സാമ്പിൾ പറഞ്ഞുതരാവേ. ഒരു പെൺകുട്ടി, ആൾക്ക് ഇപ്പൊ 32 ആ ഒരു പ്രായമാണ് ആൾക്ക്. ആളുടെ പ്രശ്നം എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ ആളുടെ ബോഡിയിൽ നീരില്ലാത്ത ഒരു സ്ഥലമില്ല. ഫുള്ള് നീര് വീഴ്ചയാ. ഫുള്ള് നീരെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നല്ല നീരുണ്ട്. പിന്നെ അതുപോലെ നമ്മള് ഉടുക്കില്ലേ, ഡ്രസ്സ് ഉടുക്കില്ലേ, ഈ ഡ്രസ്സ് പോലും ആക്ച്വലി ആൾക്ക് പ്രോപ്പർ ആയിട്ട് ഇടാൻ പറ്റില്ല. ഡ്രസ്സ് ബോഡിയിൽ ടച്ച് ചെയ്യുമ്പോൾ തന്നെ അത്രയും ബോഡിക്ക് ആ ഇൻഫ്ലമേഷൻ ഉണ്ട്. തൊടുമ്പോ തന്നെ ആൾക്ക് വേദനയാ വരിക. പിന്നെ വെയിറ്റ് ഗെയിൻ ഉണ്ട്. വെയിറ്റ് ഗെയിൻ സംഭവിക്കും ഈ സ്ട്രെസ് ഉണ്ടെങ്കിൽ. അപ്പൊ ആൾക്കാർ പറയും പിന്നെ ടെൻഷൻ, നല്ല ഭക്ഷണം കഴിക്കല, കണ്ടില്ലേ വണ്ണം വെച്ചിരിക്കണേ എന്നൊക്കെ ചോദിക്കും. പക്ഷെ അങ്ങനെയൊന്നുമല്ല, ഭക്ഷണമൊന്നും അവർ കഴിക്കുന്നുണ്ടാവില്ല. സ്ട്രെസ് വരുമ്പോൾ നമ്മുടെ ബോഡിയുടെ മെറ്റബോളിസം ഒക്കെ കുറയും. അപ്പൊ പിന്നെ വെയിറ്റ് ഗെയിൻ ചെയ്യും അല്ലെ. അപ്പം ഈ ഈ ലേഡി, ഇപ്പൊ ഞാൻ പറഞ്ഞ ആൾക്ക് ഇപ്പൊ ഇന്ന് ഇടുന്ന ഡ്രസ്സ് ചിലപ്പോ നാളെ അത്ര കംഫർട്ടബിൾ ആവണമെന്നില്ല. ഭയങ്കര വിഷമം. കാരണം ഒന്നും പറ്റുന്നില്ല, ബോഡി സകലതും വേദന, പിന്നെ അതേപോലെ തലവേദനയുടെ ഇഷ്യൂസും കാര്യങ്ങളൊക്കെ ഉണ്ട്. ഓക്കെ, ഇതിങ്ങനെയാണ് പോയിക്കൊണ്ടിരിക്കണേ. അപ്പോ അങ്ങനെ ആള് മെഡിസിൻ എടുക്കാൻ തുടങ്ങി. മെഡിസിൻ എടുക്കാൻ തുടങ്ങിയപ്പോൾ ആൾക്ക് ആശ്വാസം വരാൻ തുടങ്ങിയിരുന്നു. പക്ഷെ എന്ത് പറ്റിയെന്ന് വെച്ച് കഴിഞ്ഞാൽ മെഡിസിൻ കൊടുക്കുന്നുണ്ട്, ആശ്വാസം വന്നു തുടങ്ങി. പക്ഷെ ഇടയ്ക്ക് വെച്ചാൽ ഹീലായിക്കൊണ്ടിരിക്കുന്ന സമയത്ത് പെട്ടെന്ന് ഈ സിംറ്റംസ് ഒക്കെ പിന്നെയും അതേപോലെ തന്നെ വരാൻ തുടങ്ങി. അപ്പൊ അതിന് കാരണം എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ പറഞ്ഞ പോലെ മെഡിസിൻ അവിടെ വർക്ക് ചെയ്തുകൊണ്ടിരിക്കുന്നുണ്ട്. പക്ഷെ പെട്ടെന്ന് ഈ പറഞ്ഞ പോലെ സ്ട്രെസ്സോ മറ്റോ കാര്യങ്ങൾ വരുമ്പോഴത്തേക്കും മൊത്തത്തിൽ വീണ്ടും ഈ ബോഡി ട്രിഗർ ആയിക്കൊണ്ടിരിക്കുക. അതും ഈ ഒരു ആളുടെ പ്രശ്നം എന്ന് പറഞ്ഞാൽ ഇന്നും ഇന്നലെ ഒരു വർഷം തുടങ്ങിയ മാനസികമായിട്ടുള്ള ബുദ്ധിമുട്ടുകളല്ല, ഫ്രം ചൈൽഡ്ഹുഡ് തുടങ്ങിയിട്ടുള്ള കുറെ ട്രോമാസും കാര്യങ്ങളൊക്കെ ഉള്ള ഒരു വ്യക്തിയാ. ആളുടെ ബോഡിയിൽ ഈ പ്രശ്നങ്ങളാണ് ആക്ച്വലി ഈ രീതിയിൽ പുറമെ കാണിക്കുന്നത്. അപ്പൊ നമുക്ക് ചില സമയത്ത് അതുകൊണ്ടാണ് ചില ഡിസീസസ് ഉള്ളവർക്ക് സൈക്കോതെറാപ്പീസ് ഡോക്ടേഴ്സ് റെഫർ ചെയ്യുക. കാരണം എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ അവർക്ക് മെഡിസിനോടൊപ്പം തെറാപ്പിയും കൂടി ഉണ്ടെങ്കിലാണ് അവരുടെ സ്ട്രെസ് കുറയ്ക്കാനായിട്ട് പറ്റുള്ളൂ. ഇല്ലെങ്കിൽ അവർ മെഡിസിനിൽ ഓക്കെ ആവും, കുറെ പേര് മെഡിസിനിൽ ഓക്കെ ആവും. പക്ഷെ എന്തെങ്കിലും ഒരു ട്രിഗർ വരുമ്പോഴത്തേക്കും വീണ്ടും ഒരു റിലാപ്സ് സംഭവിക്കാൻ ചാൻസ് ഉണ്ട്. അപ്പൊ രണ്ടും കണ്ടിന്യൂ ചെയ്ത് പോവാണെങ്കിൽ ഒരു പരിധിവരെ നമുക്ക് അതിനെ മാനേജ് ചെയ്ത് കൊണ്ടുപോകാൻ പറ്റും. ഓക്കെ, ഇനി നമ്മൾ നോക്കിക്കഴിഞ്ഞാൽ ചില ഇമോഷൻസും പിന്നെ അതിന്റെ ഒരു ഇമ്മ്യൂൺ എഫക്റ്റ് എങ്ങനെയാന്നുള്ളത് നോക്കാം. അപ്പൊ നമുക്ക് ഫിയറും ആങ്സൈറ്റി ആണെന്ന് വിചാരിച്ചു. നമുക്ക് പേടിയുണ്ട്, അതുപോലെ തന്നെ നമുക്ക് ആങ്സൈറ്റി ഒക്കെ ഉണ്ടെന്ന് കരുതാം. അപ്പൊ ഇവിടെ നോക്കുമ്പോഴേക്കും ബോഡിയിൽ നമ്മൾ നോക്കിക്കഴിഞ്ഞാൽ നമ്മളെപ്പോഴും ഇങ്ങനെ അലേർട്ട് അല്ലേ. കാരണം നമുക്ക് ഇവിടെ നിന്ന് രക്ഷപ്പെടണമെങ്കിൽ കുറച്ച് എനർജി വെക്കണം. അപ്പൊ എല്ലാം ഇങ്ങനെ സ്റ്റോറപ്പ് ചെയ്തുകൊണ്ടിരിക്കുക. ഡൈജഷൻ ഒക്കെ കുറയ്ക്കും. ഇവർക്ക് മിക്കപ്പോഴും വയറ് സംബന്ധമായ പ്രശ്നങ്ങൾ വരാം, ഗ്യാസ്ട്രിക് ഇഷ്യൂസ് വരാം, മൗത്ത് അൾസർ വരാം. അപ്പൊ ഇതൊക്കെ നമ്മൾ ഒരു സൈഡ് മാത്രമാണ് കേട്ടോ പറയണത്. സൈക്കോളജിക്കൽ സൈഡ് മാത്രമാണ്, മെഡിക്കൽ സൈഡ് ഒന്നുമല്ല നമ്മൾ പറയണേ. സൈക്കോളജിക്കൽ സൈഡിൽ മൈൻഡ് എങ്ങനെ എഫക്ട് അല്ലെങ്കിൽ മൈൻഡ് റിലേറ്റഡ് ആയിട്ട് വരുന്ന ഒരു ഇമ്മ്യൂൺ എഫക്റ്റ് ആണ്. അപ്പൊ ഇവർക്ക് മിക്കപ്പോഴും കോൾഡ് വരാ, ചെസ്റ്റ് ടൈറ്റ്നസ് വരാ, ഗ്യാസ്ട്രിക് ഇഷ്യൂസ് നമുക്ക് കുറെ കാണാൻ പറ്റും. ഇപ്പൊ ഈവൻ നമുക്ക് വരുന്ന സൈക്കോളജിക്കൽ ഇഷ്യൂസ് ആയിട്ട് വരുന്ന ക്ലയൻസ് ഇല്ലേ, ഇതിലൊരു 3/4 ആൾക്കാർക്കും നമ്മൾ ചോദിച്ചു കഴിഞ്ഞാൽ അവർ പറയും ഭയങ്കര അസിഡിറ്റിയുടെ ഇഷ്യൂസ് ആണ്, ഭയങ്കര പ്രശ്നങ്ങളാണ്, വയറിന് പ്രശ്നങ്ങളാണ്. ഇതിങ്ങനെയാണ് അവര് സാധാരണയായിട്ട് പറയാ. അപ്പൊ ഇവർക്ക് മിക്കപ്പോഴും ഇങ്ങനത്തെ പ്രശ്നങ്ങൾ, ഇപ്പൊ ഫിയറും ആങ്സൈറ്റി ആണെങ്കിൽ കൂടുതലും ജലദോഷം, അതുപോലെ മൗത്ത് അൾസർ, ഗ്യാസ്ട്രിക് ഇഷ്യൂസ്, ചെസ്റ്റിൽ ടൈറ്റ്നസ്, മിക്കപ്പോഴും ചെസ്റ്റിൽ ടൈറ്റ്നസ് ആയിട്ടാണ് അവർക്ക് ഫീൽ ചെയ്യുന്നുണ്ടാവുക. പിന്നെ ഇനിയിപ്പോ സങ്കടമാണെന്ന് വിചാരിച്ചു, അല്ലെങ്കിൽ ഒരു ഡിപ്രസീവ് മോഡ് ആണെങ്കിൽ ഓൾറെഡി അവർക്ക് ഒരു മോട്ടിവേഷൻ ഇല്ല, ഒരു എനർജി ഇല്ല, ഒരു തരത്തിലും എന്താ പറയാ പ്ലഷറബിൾ ആയിട്ടുള്ള കാര്യം, ഒരു ഇൻട്രസ്റ്റ് ആയിട്ടുള്ള കാര്യങ്ങളിലൊന്നും അവരൊന്നും ചെയ്യുന്നുണ്ടാവില്ലല്ലോ. അപ്പോ അവരുടെ ബോഡിയിൽ നോക്കിക്കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഹീലിംഗ് ടേക്സ് ടൈം. പതുക്കെ ആയിരിക്കും അവരുടെ ബോഡിയിൽ ഹീലിംഗ് നടക്കണേ. പിന്നെ അതേപോലെ ഇൻഫ്ലമേഷൻസ് ഉണ്ടാവും, പിന്നെ അതേപോലെ ഇൻഫെക്ഷൻസ് ഉണ്ടാവാ, പെട്ടെന്ന് സിക്ക് ആയിക്കൊണ്ടേയിരിക്കും. അതുകൊണ്ടാണ് കുറെ ആളുകളും ഇന്നും ഇതേപോലത്തെ അവസ്ഥയിലൂടെ കടന്നു പോകുന്നവരാണെങ്കിൽ ചിലപ്പോൾ എല്ലാ ആഴ്ചയും മരുന്ന് കഴിച്ചുകൊണ്ടിരിക്കുന്നവരായിരിക്കും. കാരണം എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ അവരുടെ ഇമോഷൻ അതാണ്. ഈ ഇമോഷൻ നമ്മുടെ മൈൻഡിൽ വന്നു കഴിയുമ്പോൾ ഓട്ടോമാറ്റിക്കലി നമ്മുടെ ബോഡി ഈ ഒരു രീതിയിലേക്കാണ് പോവുക. 9 വർഷം ഡിപ്രഷൻ ഫേസ് ചെയ്ത ഒരാളുണ്ട്.
ആൾക്ക് വയറിന് ഇതുപോലെ ഇഷ്യൂ ഉണ്ട്, വേറെ ഇൻഫെക്ഷൻസും കാര്യങ്ങളുണ്ട്. ഇപ്പൊ ആള് മെഡിസിൻ എടുക്കാൻ തുടങ്ങി. ഇപ്പൊ റെഡ്യൂസ് ആയി, സൈക്കോതെറാപ്പി എടുക്കുന്നുണ്ട് കൂടെ. ഇപ്പൊ വിസിബിൾ ആയിട്ടുള്ള ചേഞ്ച് ആളിൽ വരുന്നുണ്ട്. അപ്പൊ ഈ ഡിപ്രഷനും സാഡ്നെസ്സും കൊണ്ടിട്ടാണ് ആൾക്ക് ആക്ച്വലി ഇങ്ങനത്തെ ഒരു പ്രോബ്ലം അവിടെ വന്നിട്ടുണ്ടായേ. അപ്പൊ രണ്ട് രീതിയിൽ ഹെൽപ്പ് ചെയ്തപ്പോഴത്തേക്കും കുറച്ചും കൂടി ഫാസ്റ്റ് ആയിട്ട് അവിടെ മെഡിസിനും അതുപോലെ തെറാപ്പിയും വന്നപ്പോഴത്തേക്ക് അവിടെ ആക്ട് ചെയ്യാൻ തുടങ്ങി. ചിലതിൽ തെറാപ്പിയുടെ ആവശ്യം വരുന്നില്ല, ചിലതിൽ തെറാപ്പി അവിടെ ഇമ്പോർട്ടന്റ് എലമെന്റ് ആയിട്ടും വരാറുണ്ട്. കാരണം ഇമോഷൻസ് വഴിയാണ് ആ ഒരു പേഴ്സൺ ആ ഒരു ഡിസീസ് സഫർ ചെയ്യുന്നുണ്ടെങ്കിൽ, അല്ലെങ്കിൽ അതിനെ ട്രിഗർ ചെയ്യുന്നുണ്ടെങ്കിൽ, ആ ഒരു പേഴ്സണ് നമ്മളൊരു സപ്പോർട്ടും കൂടി അവിടെ ആവശ്യമായിട്ട് വരാറുണ്ട്. അപ്പോൾ സാഡ്നെസ് രീതിയിലുള്ളതാണെങ്കിൽ ഈ പറഞ്ഞ പോലെ ഈ എല്ലാ ഇഷ്യൂസും ഈ രീതിയിൽ തന്നെയാണ് വരാ. ഹീലിങ്ങിന് സമയം കൂടുതൽ എടുക്കും. ഓക്കെ, ക്ലിയർ ആണോ? Yes. യെസ് മാം. ഓക്കെ. ഇനി അടുത്തത് ആങ്കർ, ദേഷ്യമൊക്കെ ഇങ്ങനെ നമ്മളിങ്ങനെ സപ്രസ് ചെയ്ത് വെക്കുക, പക്ഷെ പുറമെ കാണിക്കില്ല, ഭയങ്കരമായിട്ട് ഇങ്ങനെ സപ്രസ് ചെയ്തൊക്കെ വെക്കുമ്പോഴത്തേക്കും അത് ബിപിനെ എഫക്ട് ചെയ്യും, മസിൽ ടെൻഷൻസ് ഉണ്ടാവും, അതുപോലെ സ്ട്രെസ് ഹോർമോൺസ് റിലീസ് ആവും. അപ്പൊ ഈ ക്രോണിക് ആങ്കർ കുറെ നാളായിട്ട് ഇങ്ങനെ ആങ്കർ ഉണ്ടെങ്കിൽ ഓട്ടോ ഇമ്മ്യൂൺ റിയാക്ഷൻസ് ഒക്കെ ഉണ്ടാവും. എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മുടെ ഹാർട്ട് ഡിസീസ് റിസ്ക് കൂടുക, പിന്നെ അതുപോലെ തന്നെ നമ്മളുടെ ബോഡീനെ തന്നെ ഇമ്മ്യൂൺ സിസ്റ്റം അറ്റാക്ക് ചെയ്യാൻ സ്റ്റാർട്ട് ചെയ്യുക, ഈ രീതിയിലൊക്കെ വരാൻ ചാൻസ് ഉണ്ട്. അപ്പം നമുക്ക് ഇതിലൊക്കെ മെയിൻ വരുന്ന ഒരു കാര്യം എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ, നമുക്ക് എന്ത് ഇമോഷൻസോ കാര്യങ്ങളോ ഉണ്ടെങ്കിൽ എന്ത് തന്നെ ആയിക്കോട്ടെ, ദേഷ്യം, സങ്കടം എന്താണെങ്കിലും അതിനെ ഉള്ളിൽ വെക്കാതെ പുറമെ കാണിക്കാൻ തുടങ്ങാം. ചിലപ്പോൾ നമ്മൾ നിൽക്കുന്ന എൻവയൺമെന്റിൽ നമുക്ക് ഇത് കറക്റ്റ് ആയിട്ട് പുറത്തേക്ക് കാണിക്കാൻ പറ്റുന്നുണ്ടാവില്ല. പക്ഷെ ഇത് കാണിക്കാൻ പറ്റാതെയായി അന്നൊന്നും കുഴപ്പമുണ്ടാവില്ല. ഇതിങ്ങനെ പോകെ പോകെ ഇത് നമ്മളുടെ ഹെൽത്തും റിസ്കിലാണ് വന്നുകൊണ്ടിരിക്കുന്നത്. ഇപ്പോ ഫസ്റ്റ് റഹ്മത്ത് പറഞ്ഞില്ലേ, നമ്മൾ സൊമാറ്റിക് തെറാപ്പിയുടെ ഒരു ക്ലാസ് സ്റ്റാർട്ട് ചെയ്യുന്നുണ്ടെന്ന്. ആക്ച്വലി സൊമാറ്റിക് തെറാപ്പിയിലുള്ള കുറച്ച് മെത്തേഡ്സ് ആണ് ഇതുപോലെ റിയൽ മെഡിക്കൽ കോഴ്സ് ഉള്ള ആളുകൾക്ക് നമ്മൾ കൊടുക്കുക. അപ്പൊ അത് കൂടുതലും ഫോക്കസ് ചെയ്യുന്ന ഒരു കാര്യം എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ ഇമോഷൻസിനെ പുറത്തേക്ക് കളയാന്നുള്ളതാ. ദേഷ്യം ആയിക്കോട്ടെ, സങ്കടം ആയിക്കോട്ടെ, ഗ്രീഫ്, ആങ്കർ, ഇതിനെ പുറത്തേക്ക് റിലീസ് ചെയ്തുകൊണ്ടിരിക്കുക സേഫസ്റ്റ് വേയില്. ചിലപ്പോൾ നമുക്ക് മറ്റേ ആളോട് ദേഷ്യപ്പെടാനോ നോ പറയാനോ ചിലപ്പോൾ ഇടിക്കാനോ ഒന്നും പറ്റുന്നുണ്ടാവില്ല. പക്ഷെ അത് ഉള്ളില് വെക്കരുതെന്നല്ല, അത് പുറത്തേക്ക് റിലീസ് ചെയ്യുക ഒരു ഹെൽത്തി വേയിൽ, മറ്റേ ബാധിക്കാത്ത രീതിയിൽ അതിനെ റിലീസ് ചെയ്ത് വിട്ടാലാണ് നമുക്കത് അതിൽ നിന്നൊരു റിലീഫ് ഉണ്ടാവും. അതല്ലാന്നാണെങ്കിൽ ഇതൊന്നും ക്ലോഷർ കിട്ടാത്ത പ്രോബ്ലംസ് ആയിട്ട് നമ്മുടെ ഉള്ളിൽ ഉണ്ടാവും. അതുവഴി പല പ്രശ്നങ്ങളും ഉണ്ടാവാനുള്ള ചാൻസ് ഉണ്ട്. ഓക്കെ. പിന്നെ ഷെയിം, ഗിൽട്ട്, ആ രീതിയിൽ നോക്കുകയാണെങ്കിൽ അവർക്കെന്ന് പറഞ്ഞാൽ വീക്ക് ഇമ്മ്യൂണിറ്റി ആയിരിക്കും. കുറെ നാളുകൾ ലോങ് ടേം ആയിട്ട് അവര് സഫർ ചെയ്യുന്നുണ്ടാവും. ഉറക്കത്തിൽ പ്രശ്നങ്ങൾ ഉണ്ടാവാം. ഇവരുടെ ബോഡിയിൽ പെട്ടെന്നായിരിക്കില്ല, പതുക്കെ പതുക്കെ ആയിരിക്കും ഓരോ ഹീലിംഗ് വരാം. എസ്പെഷ്യലി ട്രോമ വിക്ടിംസ്, അതുപോലെ തന്നെ ടോക്സിക് ആയിട്ടുള്ള റിലേഷൻഷിപ്സിലൊക്കെ ഉള്ളവരില്ലേ അവര്, പിന്നെ അബ്യൂസ് ചെയ്യപ്പെട്ടവര്, അവർക്കൊക്കെയും ഇതേപോലെ തന്നെ ആയിരിക്കും വരണേ. പിന്നെ ലോൺലിനെസ്, റിജക്ഷൻ അങ്ങനെ ഫേസ് ചെയ്തവരാണെങ്കിലും ഇവർക്കും എപ്പോഴും ഇൻഫെക്ഷൻസ് വരാ, ഇൻഫ്ലമേഷൻ വരാ. ഇവർക്ക് പിന്നെ എപ്പോഴും ഒരു പേടിയായിരിക്കും. എന്ന് വെച്ച് കഴിഞ്ഞാൽ ഞാൻ ഇനി എങ്ങനെ സർവൈവ് ചെയ്യും, ഞാൻ ഒറ്റയ്ക്കാണ്, എനിക്കിനി സർവൈവ് ചെയ്യാൻ പറ്റില്ല, അല്ലെങ്കിൽ മെഡിസിൻ കഴിച്ചാൽ ഞാൻ ഓക്കെ ആവില്ല. പിന്നെ വേറൊരു രീതി പറഞ്ഞാൽ എന്തെങ്കിലും ഡിസീസ് ഉള്ള ആളുകൾക്ക് പതുക്കെ അവരും ഈ പറഞ്ഞ ഒരു മൈൻഡ് സ്ട്രെസ്സിലേക്ക് ആവും. കാരണം മെഡിസിൻ എടുത്തിട്ട് ചിലപ്പോൾ മാറ്റില്ല എന്ന്, ചിലപ്പോൾ അവർക്ക് അങ്ങനെ ഫീൽ ചെയ്യായിരിക്കും, അങ്ങനത്തെ ഒരു തിങ്കിങ് ആയിരിക്കും. അപ്പോഴും അവർക്ക് പ്രശ്നങ്ങൾ ഉണ്ടായി തുടങ്ങും. അപ്പൊ അതുകൊണ്ടാണ് നമ്മൾ ചില ഡോക്ടേഴ്സിന്റെ അടുത്ത് പോയി കഴിയുമ്പോൾ ഭയങ്കര ആശ്വാസമല്ലേ, അവര് നമ്മളോട് പറയും ഇതിന് ഇത്ര ദിവസത്തേക്ക് മതി, അത് കഴിയുമ്പോൾ ഇത് മാറും, മാറിയിരിക്കും, നീ നോക്കിക്കോ എന്നൊക്കെ പറഞ്ഞു കഴിയുമ്പോൾ നമുക്ക് ഭയങ്കര എന്താ പറയാ, ഭയങ്കര സന്തോഷമാണ് അവരുടെ അടുത്ത് വീണ്ടും നമുക്ക് എന്തെങ്കിലും പറയാം. പിന്നെ അവരുടെ അടുത്ത് പോകുമ്പോ തന്നെ നമുക്ക് ഭയങ്കര ഒരു ഹീലിംഗ് കിട്ടിയ പോലെയൊക്കെ നമുക്ക് തോന്നില്ലേ. കാരണം അവര് കറക്റ്റ് ആയിട്ടാണ് നമ്മളെ ട്രീറ്റ് ചെയ്യുക. കാരണം മൈൻഡിനും നമുക്ക് ഇഷ്യൂസ് ഉണ്ടെന്ന് അവർക്കറിയാം. അവര് പറയുന്ന ഓരോ വാക്കും നമ്മൾ അത്രയും ട്രസ്റ്റ് ചെയ്യുന്നുണ്ടെന്ന് അവർക്കറിയാം. അപ്പൊ ആ രീതിയിലായിരിക്കുമല്ലോ അവര് പറയാം. അപ്പൊ അതും ഒരു ഫാക്ടറാണ്. കാരണം ചില ആളുകൾ പറയില്ലേ ഈ ഡോക്ടറിന്റെ അടുത്ത് പോയിട്ട് ശരിയായില്ല, അത് വേറൊന്നും കൊണ്ടല്ല, ചിലപ്പോൾ ആ ഡോക്ടർ ഹീൽ ചെയ്യുന്ന രീതിയിൽ ഒരു വാക്ക് പറയാത്തത് കൊണ്ട് ആ പേഷ്യന്റ് അങ്ങനെ പറയുന്നതായിരിക്കും. മെഡിസിൻ വർക്ക് ചെയ്യുന്നതായിരിക്കും. കാരണം ആ പേഷ്യന്റ് ഇതേപോലത്തെ ഒരു സിറ്റുവേഷനിൽ പോകുന്നതാണെങ്കിൽ ചിലപ്പോൾ ആൾക്ക് എന്താ അതിനോട് അഡ്ജസ്റ്റ് ആവാനൊക്കെ കുറച്ച് സമയം എടുക്കുന്നതുകൊണ്ടാ. ഓക്കെ.
പിന്നെ ഇനി ട്രോമ, ക്രോണിക് സ്ട്രെസ് പോലുള്ള കാര്യങ്ങളാണെങ്കിൽ ഇപ്പൊ ചൈൽഡ്ഹുഡ് അബ്യൂസോ അല്ലെങ്കിൽ എന്തെങ്കിലും മെഡിക്കൽ ട്രോമ ഉള്ളവരോ അങ്ങനെയൊക്കെ ഉണ്ടെങ്കിലും ഈ ബോഡി എന്ത് ചെയ്യുന്ന വെച്ച് കഴിഞ്ഞാൽ എപ്പോഴും അലേർട്ട് ആയിട്ടായിരിക്കും ഉണ്ടാവുക. നന്നായിട്ട് ദേഷ്യം പ്രകടിപ്പിക്കുന്ന എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ അവര് കറക്റ്റ് ആയിട്ട് റിലീസ് ചെയ്യുന്നുണ്ടോന്ന് നോക്കുക ആങ്കർ. അതല്ലാന്നാണെങ്കിൽ ശരിക്കും അവരുടെ ഒരു ഫുൾ ഡീറ്റെയിൽസ് കിട്ടിയാലാണ് നമുക്ക് പറയാൻ പറ്റുക എന്തുകൊണ്ടാണെന്നുള്ളത്. കാരണം ഇവരിങ്ങനെ അടക്കി വെച്ചിട്ട് അങ്ങനെ പൊട്ടിത്തെറിക്കുന്നതാണോ നമുക്കറിയില്ല, അല്ലെങ്കിൽ എന്തെങ്കിലും പേഴ്സണാലിറ്റി റിലേറ്റഡ് ആണോ, അല്ലെങ്കിൽ ചില ആൻസേഴ്സ് കിട്ടാഞ്ഞിട്ടാണോ എന്നുള്ളത് നമ്മൾ കറക്റ്റ് ഡീറ്റെയിൽസ് കിട്ടിക്കഴിഞ്ഞാൽ ഒന്നും കൂടി ഒന്ന് പറയാൻ പറ്റും കേട്ടോ. ഓക്കെ, അപ്പോ ഈ പറഞ്ഞ എല്ലാ പ്രശ്നങ്ങളായിട്ട് സാധാരണ ഈ എന്തിലേക്കാണ് നമ്മൾ കൂടുതൽ കാണുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ പറഞ്ഞ പോലെ ഇറിറ്റബിൾ ബവൽ സിൻഡ്രോം നമ്മൾ കേട്ടിട്ടുണ്ടാവില്ലേ? ഓക്കെ, അങ്ങനെയുള്ള പ്രശ്നങ്ങൾ വരാ എന്ന് വെച്ച് കഴിഞ്ഞാൽ സ്റ്റൊമക് പെയിന്, പിന്നെ അസിഡിറ്റി ഇഷ്യൂസ്, ലൂസ് മോഷൻ വരാ, കോൺസ്റ്റിപ്പേഷൻ വരാ, അല്ലെങ്കിൽ എപ്പോഴും ടോയ്ലറ്റിൽ പോകണമെന്ന് തോന്നാ. പക്ഷെ ഇവര് ടെസ്റ്റ് ചെയ്യുമ്പോഴത്തേക്കും എന്താ പറയാ, അതിന്റെ സ്റ്റാർട്ടിങ് സ്റ്റേജ് ഒക്കെ അവർ കാണിക്കുന്നുണ്ടാവും. അപ്പൊ അതൊരു മെയിൻ ആയിട്ടുള്ളതാ. കാരണം നമ്മൾ ഈ പറഞ്ഞ കാര്യങ്ങള് സാധാരണ സൈക്കോളജിക്കൽ ഇഷ്യൂസ് ആയിട്ട് വരുന്നവരിൽ കാണുന്ന കാര്യങ്ങളാണ് ഈ പറയണേ. അപ്പൊ അതിൽ മിക്കതും നമ്മൾ IBS എന്നുള്ള ഒരു കണ്ടീഷൻ ട്രീറ്റ്മെന്റ് എടുക്കുന്ന ആളുകൾ നമ്മൾ കാണാറുണ്ട്. കാരണം അവർക്ക് ഒരു ഇമോഷണൽ റീസൺ എന്ന് പറഞ്ഞ ഫിയർ, ടെൻഷൻ, അതുപോലെ ഓവർ തിങ്കിങ്, ഇതൊക്കെ നമ്മുടെ സ്റ്റൊമക് നെർവ്സിനെ എഫക്ട് ചെയ്യുന്നതാണ് പറയണേ. എന്ന് വെച്ചാൽ ചില ആളുകളിൽ എല്ലാ ദിവസവും രാവിലെ വയറുവേദന അല്ലെങ്കിൽ ലൂസ് മോഷൻ, ചില ദിവസങ്ങളിൽ പ്രശ്നമില്ല. കാരണം എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ ഫിയർ ആണ് മെയിൻ പ്രോബ്ലം ആയിട്ട് അവിടെ ഉണ്ടാവുക. അങ്ങനെ കാണാം. പിന്നെ ഫൈബ്രോമാൽജിയ എന്ന് വെച്ചാൽ നമുക്ക് ബോഡിയിൽ ഫുള്ള് ഇങ്ങനെ ഒരു പെയിൻ പോലെ, നെക്ക് പെയിൻ വരാ, ഷോൾഡർ പെയിൻ വരാ, അതുപോലെ ബാക്ക് പെയിൻ അവിടെ റിയൽ ആണ്. പക്ഷെ അവിടെ എന്താ സംഭവിക്കുന്നത്, അതും ഈ പറഞ്ഞ പോലെ സ്ട്രെസ് അതിന്റെ ഒരു കാരണം. അങ്ങനെ ഒരു കുട്ടി ഉണ്ടായിരുന്നു. പക്ഷെ ആൾക്ക് 7th വെച്ചിട്ട് ക്യാൻസർ ആണെന്ന് പറഞ്ഞതാ. 7th സ്റ്റാൻഡേർഡിൽ പഠിക്കുമ്പോ കീമോ ഒക്കെ ചെയ്തു. അതിനുശേഷം അതൊക്കെ കഴിഞ്ഞപ്പോ ഓരോന്നായിട്ട് വരാൻ തുടങ്ങി ആൾക്ക് ഓരോരോ പ്രശ്നങ്ങളും അസുഖങ്ങളൊക്കെ ആയിട്ട്. ഹൈ ആങ്സൈറ്റി ആണ്, ഡിപ്രസീവ് സിംറ്റംസ് ഉണ്ട്. അങ്ങനെ മൊത്തത്തില് പ്രോബ്ലമാറ്റിക് ആയിട്ടുള്ള ഒരു കുട്ടി ഉണ്ടായിരുന്നു. ഓക്കെ, റെക്കോർഡ് ഉണ്ടാവും കേട്ടോ, ക്ലാസ് റെക്കോർഡ് ഉണ്ടാവേ. ഓക്കെ, അപ്പൊ ഈ കുട്ടീനെ സംബന്ധിച്ചും ആളോട് നമ്മൾ സംസാരിക്കില്ലേ, മെഡിസിൻ എടുക്കുന്നുണ്ട്, ആളോട് നമ്മൾ സംസാരിക്കുമ്പോ ആള് സ്ട്രെയിറ്റ് അവേ പറയണ കാര്യം, മാം എന്റെ 6ാം ക്ലാസ്. ഇപ്പൊ സംസാരിച്ചാലും ആള് 6ാം ക്ലാസ്സിലെ കാര്യം പറഞ്ഞിട്ടേ തുടങ്ങുള്ളൂ. കാരണം ആൾക്ക് ഒരു 19-20 ആ ഒരു ഏജ് ആണ്. അപ്പൊ ആളുടെ മൈൻഡ് ഇപ്പോഴും സ്റ്റക്ക് ആ 6th സ്റ്റാൻഡേർഡ് 7th സ്റ്റാൻഡേർഡ്. കാരണം അന്ന് മുതൽ ആളൊരു പേഷ്യന്റ് ആണെന്ന് ആൾ തന്നെ ഇങ്ങനെ മനസ്സിലാക്കി ഇപ്പോഴും ആള് സ്റ്റിൽ അങ്ങനെ ആണെന്നുള്ളൊരു മെന്റാലിറ്റിയിലാണ് പോണേ. അപ്പൊ അവിടെ നമ്മള് അവരെ കറക്റ്റ് ചെയ്യാനും അതുപോലെ കാമാക്കാനായിട്ടൊക്കെയാണ് നോക്കണേ. കാരണം അതല്ലാന്നാണെങ്കിൽ ഇടയ്ക്കിടയ്ക്ക് ഇങ്ങനെ ട്രിഗർ വന്നോണ്ടിരിക്കും. ലോങ് സ്ട്രെസ് ആണ് കൂടുതലും ഈ ഒരു ഫൈബ്രോമാൽജിയിലേക്കൊക്കെ നയിക്കുന്ന ഒരു ഫാക്ടർ എന്ന് പറയാം. പിന്നെ സോറിയാസിസ് കാണില്ലേ, സ്കിന്നിൽ വരുന്ന. അപ്പോ അത് ശരിക്കും പറഞ്ഞിട്ടുണ്ടെങ്കിൽ അതും ഈ ലോങ് സ്ട്രെസ് കാരണവും അതുപോലെ ട്രോമ ട്രിഗേഴ്സ് ഒക്കെ ഉണ്ടെങ്കിൽ അങ്ങനെ വരാനുള്ള ചാൻസസ് ഉണ്ട് സ്ട്രെസ് കാരണം. പിന്നെ റൂമറ്റോയ്ഡ് അർത്രൈറ്റിസ്, അതും ഈ പറഞ്ഞ പോലെ ജോയിന്റ്സിന് പ്രശ്നങ്ങൾ വരാ. അത് കൂടുതലും ഈ ആങ്കർ ഒക്കെ സപ്രസ് ചെയ്യില്ലേ, നമുക്ക് ഭയങ്കര ദേഷ്യം വന്നിട്ട് സപ്രസ് ചെയ്യുക, അല്ലെങ്കിൽ നമ്മൾ സ്ഥിരം ഇങ്ങനെ ഒരു കൺട്രോളിൽ നിൽക്കുക, നമുക്ക് പറയാനൊന്നും എന്ന് വെച്ചാൽ നമുക്കൊരു വാക്ക് ഒരാളോട് സംസാരിക്കാനൊന്നും പറ്റിയിട്ടില്ല എന്ന് വിചാരിക്കും, നമുക്ക് നോ വോയിസ് ആണ്. അങ്ങനെയാണ് വെച്ചാൽ എപ്പോഴും നമ്മളൊരു കൺട്രോളിലാണ് ജീവിച്ചിരുന്നത് എന്നൊക്കെ ആണെങ്കിലും ഇങ്ങനെയുള്ള ഇഷ്യൂസ് വരാനായിട്ടുള്ള ഒരു കാരണമാണ്. പിന്നെ നമ്മൾ തൈറോയ്ഡ് ഇംബാലൻസ് കാണാറുണ്ട്. കാരണം ഓവർ വർക്ക്, ഇപ്പൊ റെസ്റ്റ് ഇല്ല, ഫിയർ, പക്ഷെ ഇവർക്ക് എപ്പോഴും ടയേർഡ്നെസ്സും വെയിറ്റ് ചേഞ്ചസ് ഒക്കെ വരുമല്ലോ. അപ്പൊ ഇവരെയും സംബന്ധിച്ച് ഈ ലോങ് ടേം സ്ട്രെസ് തന്നെയാണ് കാരണം. ട്രിഗർ ആയിക്കൊണ്ടിരിക്കും ഇവരുടെ ലൈഫിലുള്ള ഓരോ കാര്യങ്ങളും. പിന്നെ അതേപോലെ തന്നെ ക്യാൻസർ വൾണറബിലിറ്റി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഡയറക്റ്റ് കോസ് എന്നുള്ളതല്ല, ഓൾറെഡി അങ്ങനെയുള്ള ഒരാളാണെങ്കിൽ ഇമ്മ്യൂണിറ്റി ഭയങ്കര വീക്ക് ആക്കാനും അതുപോലെ തന്നെ സെൽ റിപ്പയർ ഒക്കെ സ്ലോ ചെയ്യാനും ഈ സ്ട്രെസ് ഒരു കാരണമാകും എന്നാണ് പറയണേ. ഈ പറഞ്ഞ പ്രശ്നങ്ങളെല്ലാം, ഈ പറഞ്ഞ ഡിസീസസ് ആണെങ്കിലും കണ്ടീഷൻസ് ആണെങ്കിലൊക്കെ
സ്ട്രെസ് എന്ന് പറയുന്ന അല്ലെങ്കിൽ നമ്മളുടെ ഇമോഷൻസ് അനുസരിച്ചിട്ട് അതിന് മാറ്റങ്ങൾ വരും. ഇപ്പൊ പോസിറ്റീവ് ഇമോഷൻസ് ആണെന്ന് വെച്ചാൽ നമ്മളിപ്പോ നെഗറ്റീവ് ഇമോഷൻസ് അല്ലേ പറഞ്ഞേ, പക്ഷെ പോസിറ്റീവ് ഇമോഷൻസ് ആണെങ്കിൽ അതിനും എഫക്റ്റ് ഉണ്ട് ഇമ്മ്യൂണിറ്റി ആയിട്ട്. അപ്പൊ നമുക്ക് എപ്പോഴും സന്തോഷമാണ് അല്ലെങ്കിൽ ജോയ്ഫുൾ ആയിട്ടാണ് നമുക്ക് ഇരിക്കാൻ പറ്റുന്നതാണെങ്കിൽ ഈ സ്ട്രെസ് ഹോർമോൺസിനെ റെഡ്യൂസ് ചെയ്യാൻ നമുക്ക് പറ്റും. നമ്മുടെ ഇമ്മ്യൂണിറ്റി വർദ്ധിപ്പിക്കാനായിട്ട് പറ്റും. നമുക്ക് റിപ്പയർ മോഡ് ആക്റ്റീവ് ആവും. എന്തെങ്കിലും വന്നാലും ഈസി റിപ്പയറിങ് അവിടെ പോസിബിൾ ആണ്. എങ്ങനെ ആണെങ്കിൽ നമ്മൾ ഹാപ്പി ആയിട്ടാണ് അല്ലെങ്കിൽ നമുക്ക് കുറച്ചും കൂടി റെസിലിയൻസ് ഒക്കെ ഉണ്ടെങ്കിൽ അത് കുറച്ചും കൂടി എളുപ്പം പറ്റുന്ന കാര്യമാണ്. പിന്നെ അതേപോലെ നമ്മളുടെ ഓക്സിറ്റോക്സിൻ, നമ്മളുടെ ലവ് ഹോർമോൺ, അങ്ങനത്തെ കാര്യങ്ങളൊക്കെ നമ്മളുടെ ബോഡിയിൽ റിലീസ് ആവും അല്ലെ. നമ്മളൊരു സേഫ്റ്റി ഫീലിംഗ്, ഒരു സ്നേഹമൊക്കെ കിട്ടുന്ന സമയത്ത്, ഇതിങ്ങനെ കിട്ടുന്ന സമയത്ത് നമ്മൾ ചിലപ്പോൾ നമ്മളുടെ ഉറക്കം കറക്റ്റ് ആയിട്ട് വരും, ഡൈജഷൻ കറക്റ്റ്. ചിലർ പറയില്ലേ സ്നേഹം ഭയങ്കര ഒരു വലിയ മരുന്നാ, അസുഖമൊക്കെ മാറ്റാന്നൊക്കെ പറഞ്ഞു കേട്ടിട്ടില്ലേ. അതിന്റെ ഒരു വേറൊരു വശം എന്ന് പറഞ്ഞ ഇതാ. കാരണം നമ്മളൊരു സ്നേഹത്തിലായിരിക്കുമ്പോ ഒരു സേഫ്റ്റി ഫീൽ കിട്ടുമ്പോ അതും നമ്മളുടെ ഇമ്മ്യൂണിറ്റീനെ എഫക്ട് ചെയ്യുന്നുണ്ട് ഇൻ പോസിറ്റീവ് വേ. അപ്പൊ നമുക്ക് പതുക്കെ നമ്മുടെ ബോഡിയിലുള്ള ഡിസ്റ്റർബൻസസ് ഒക്കെ കുറയാനും കുറച്ചും കൂടി നല്ല രീതിയിൽ ഉറങ്ങാനും അതുപോലെ ഡൈജഷൻ നടക്കാനും ഒക്കെ അത് ഹെൽപ്പ് ചെയ്യും. ഇപ്പൊ ഏറ്റവും നന്നായിട്ട് നമ്മളുടെ ബോഡി കാം ആയിട്ടിരിക്കുന്ന അവസ്ഥ, നമ്മൾ മരുന്നെടുത്താൽ നന്നായിട്ട് റെസ്റ്റ് എടുക്കാൻ പറയുമല്ലോ, അതേപോലെ ഒപ്പം മൈൻഡിനും കൂടി ഒരു റിലാക്സേഷൻ കിട്ടുകയാണെങ്കിൽ അല്ലെങ്കിൽ നമ്മൾ സേഫ് ആണെന്ന് പറഞ്ഞാൽ കുറച്ചും കൂടി സ്പീഡിലായിരിക്കും അത് വർക്ക് ചെയ്തുകൊണ്ടിരിക്കുക. കാരണം നമ്മളുടെ ഹോർമോൺസിനെ ബാലൻസ് ചെയ്യാനും അതുപോലെ തന്നെ നമ്മളുടെ ടിഷ്യൂസിനെ റിപ്പയർ ചെയ്യാനും ഇങ്ങനെയുള്ള കാര്യങ്ങൾക്കൊക്കെ അത് ഹെൽപ്പ് ചെയ്യും. അപ്പോ ഇതിൽ വരുന്ന കാര്യങ്ങൾ എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ സൊമാറ്റിക് ആയിട്ടുള്ള പ്രശ്നങ്ങൾ മാത്രമല്ല സ്ട്രെസ് കാരണം ഉണ്ടാവണേ. എന്ന് വെച്ചാൽ സിറ്റുവേഷൻ മാറുന്നതനുസരിച്ചിട്ട് പ്രശ്നങ്ങൾ മാറാന്നുള്ളതല്ല, മറിച്ച് ഇതേപോലെ കറക്റ്റ് ആയിട്ട് നമ്മളുടെ ഇമോഷൻസിനെ റിലീസ് ചെയ്യുന്നില്ല അല്ലെങ്കിൽ നമ്മൾ സപ്രസ് ചെയ്ത് വെക്കാണ് എന്നൊക്കെ ആണെങ്കിൽ എന്താ അതിന്റെ പ്രശ്നങ്ങൾ ഉണ്ടാവാൻ തുടങ്ങും. അതിൻ്റെതായ ബുദ്ധിമുട്ടുകൾ ബോഡിയിൽ കാണിക്കാൻ തുടങ്ങും. ഈ പറഞ്ഞ പോലെ കുറെ ആളുകളെ ഇപ്പൊ ഈയിടെയായിട്ട് കാണുന്നുണ്ട്. ഇത് നമ്മൾ പറഞ്ഞ ഓരോ കണ്ടീഷൻസ് അല്ലേ. ഞാനൊരു ക്ലിനിക്കിലും കൂടി വർക്ക് ചെയ്യുന്നുണ്ട്. ആ ക്ലിനിക്കില് കൂടുതലും വരുന്ന പേഷ്യൻസ് ഒക്കെ ഫേസ് ചെയ്യുന്ന കാര്യങ്ങൾ ഇത്. അവർക്ക് സൈക്കോതെറാപ്പി സെഷൻസും നമ്മൾ കൊടുക്കുന്നുണ്ട്. അതില് കുറെ പേരുടെയും ഹിസ്റ്ററി നോക്കിക്കഴിഞ്ഞാൽ കുറെ സഫർ ചെയ്ത് കുറെ സപ്രസ് ചെയ്ത് ഇന്നർ ചൈൽഡ് ട്രോമ ഉണ്ടായി അങ്ങനെയുള്ള ആളുകൾ. അപ്പൊ അവിടെ നമ്മൾ വർക്ക് ചെയ്യും. മെഡിസിനൽ കൂടി വർക്ക് ചെയ്യുമ്പോഴത്തേക്കും കുറച്ചും കൂടി അവര് ഈസിലി ആ ഒരു ഹീലിംഗ് സ്റ്റേജിലേക്ക് വരുന്നുണ്ട്. അതില് ഹീൽഡ് കേസസും ഉണ്ട്, ഹീലിംഗ് സ്റ്റേജിൽ ആകുന്നവരും ഉണ്ട്. അപ്പൊ മാക്സിമം നമ്മൾ എന്ത് ചെയ്യുക, അപ്പൊ നമ്മളുടെ അടുത്ത് വരുന്ന ആളുകളാണെങ്കിലും നമ്മൾ അവരുടെ ഇമോഷൻസിനെ റിലീസ് ചെയ്യാനായിട്ടും കറക്റ്റ് ആയിട്ട് അത് കൊണ്ടുപോകാനും നമ്മൾ ഹെൽപ്പ് ചെയ്യാന്നുള്ളതാണ് ഏറ്റവും മെയിൻ കാര്യം. ഓക്കെ, മനസ്സിലായോ? ഓക്കെ മാം, ക്ലിയർ ആണ്. യെസ് മാം. ഓക്കെ, ഇപ്പോ ഇത്രയും കാര്യങ്ങളാണെന്ന് പറയാനുള്ളത്. അപ്പൊ നമ്മളെപ്പോഴും എന്ത് ചെയ്യാ, പ്രശ്നങ്ങൾ ഉണ്ടാവും, പ്രശ്നങ്ങളില്ലാത്ത ആൾക്കാരൊന്നുമില്ല. എന്നാലും നമ്മളൊന്ന് നോക്കുക എത്രത്തോളം നമുക്ക് മാനേജ് ചെയ്യാൻ പറ്റും എന്നുള്ളത്. എന്തെങ്കിലും ഒരു പ്രോബ്ലം വന്നാൽ ഫുള്ളി അതിലേക്ക് പോവാതെ എന്താ നമുക്ക് ചെയ്യാൻ പറ്റാന്നുള്ളത് നോക്കുക. പിന്നെ എപ്പോഴും ഒരു പ്രശ്നം വരുമ്പോ അതിന്റെ ഉള്ളിൽ നിന്ന് ചിന്തിച്ചാൽ നമുക്ക് ഒരു ഉത്തരവും കിട്ടില്ല. ഇപ്പൊ എനിക്കൊരു പ്രശ്നം വന്നാ ഞാൻ സൈക്കോളജിസ്റ്റ് ആണ്, അല്ലെങ്കിൽ എനിക്ക് ഒരാൾ പ്രശ്നം വന്നാൽ എനിക്ക് അവരെ ഹെൽപ്പ് ചെയ്യാൻ പറ്റുമായിരിക്കും. എനിക്കൊരു പ്രശ്നം വന്നു കഴിഞ്ഞാൽ ചിലപ്പോ ഞാൻ അതിനെ ആലോചിക്കുമ്പോൾ എനിക്ക് ഉത്തരം കിട്ടുന്നില്ല എന്ന് വിചാരിക്കും. എനിക്കെന്നല്ല, ചിലപ്പോൾ മിക്കവർക്കും അത് കിട്ടുന്നുണ്ടാവില്ല എന്ന് കേട്ട്. കാരണം എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ ആ പ്രോബ്ലത്തിന്റെ ഉള്ളിലുള്ള ആളല്ലേ. ആ പ്രോബ്ലം നമ്മൾ തമ്മിൽ ഒരു ഡിഫറൻഷിയേഷൻ ഇല്ല. നമ്മൾ അതിന്റെ ഉള്ളിൽ നിൽക്കുന്ന കൊണ്ടിട്ട് സൊല്യൂഷൻ കിട്ടില്ല. പക്ഷെ നമ്മൾ എന്ത് ചെയ്യാ, നമ്മളുടെ പ്രോബ്ലത്തിനെ ഒന്ന് എക്സ്റ്റേണലൈസ് ചെയ്ത് നോക്കാം. നമ്മുടെ ഉള്ളിലുള്ള പ്രശ്നങ്ങളും വിഷമങ്ങളൊക്കെ ഒന്ന് എഴുതുകയോ വോയിസ് റെക്കോർഡ് ചെയ്യുകയോ അങ്ങനെ എന്തെങ്കിലും ഒരു കാര്യം ചെയ്തിട്ട് നെക്സ്റ്റ് ഡേ, അന്ന് തന്നെയല്ല നെക്സ്റ്റ് ഡേ അതൊന്ന് കേൾക്കുക അല്ലെങ്കിൽ ഒന്ന് എഴുതിയത് വായിക്കുക. അങ്ങനെ ഒരു തേർഡ് ആയിട്ടുള്ള ഒരാളാണ് നമ്മളുടെ അടുത്ത് അത് തരുമ്പോ നമുക്ക് എന്താ അവർക്ക് ചെയ്തു കൊടുക്കാൻ പറ്റുക. അപ്പൊ നമുക്ക് ഇതെന്താ കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് പ്രശ്നം വന്നാൽ നമ്മൾ ഡെസ്പാവും. പക്ഷെ വേറൊരാള് പ്രശ്നം വന്നാൽ നമ്മളോട് പറഞ്ഞാൽ നമുക്കൊരു 100 കൂട്ടം വഴികളുണ്ടാവും ഇല്ലേ അവർക്ക് പറഞ്ഞു കൊടുക്കാൻ. അതേപോലെ നമ്മൾ നമ്മുടെ പ്രോബ്ലത്തിനെ എക്സ്റ്റേണലൈസ് ചെയ്യുക. അപ്പൊ നമുക്ക് കുറച്ച് സൊല്യൂഷൻസും കൂടി കിട്ടും. എന്നിട്ട് അതിൽ വർക്ക് ചെയ്യുക. മാക്സിമം നമ്മൾ എന്ത് ചെയ്യുക, റെസ്റ്റ് എടുക്കുക, റിലാക്സ് ചെയ്യുക. എന്തുണ്ടെങ്കിലും ഇമോഷൻസിനെ സപ്രസ് ചെയ്യാതിരിക്കുക. പുറമേ കാണിക്കാൻ പറ്റുന്നില്ലെങ്കിൽ നിങ്ങളുടേതായ സ്പേസിൽ നിങ്ങളുടെ ഇമോഷൻസിനെ റിലീസ് ചെയ്യുക. അങ്ങനെ നമ്മൾ ഹെൽത്തിനെയും കൂടി മാനേജ് ചെയ്ത് കൊണ്ടുപോവുക. ഓക്കെ,
ഇമോഷൻസിനെ റിലീസ് ചെയ്യുന്നത് എങ്ങനെയാണെന്നാ പറഞ്ഞ മാം? ഇമോഷൻസിനെ റിലീസ് ചെയ്യാന്ന് പറഞ്ഞാലേ എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇപ്പൊ ഒരാളോട് ദേഷ്യം ഉണ്ടെന്ന് വിചാരിച്ച ഒരു എക്സാമ്പിൾ. ദേഷ്യമുണ്ട്, പക്ഷെ അത് നമ്മൾ സ്വന്തം പാരന്റിനോടാണെന്ന് കരുതുക. നമുക്കതൊക്കെ തീർക്കാൻ പറ്റില്ല, നമ്മളത് തീർത്ത് കഴിഞ്ഞാൽ ഭയങ്കര പ്രശ്നമാവും. അപ്പൊ നമുക്ക് എന്ത് ചെയ്യാന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മളുടെ റൂം അടച്ചിട്ടിട്ട് നമ്മൾ സൊമാറ്റിക് തെറാപ്പിയിൽ പറയുന്നൊരു കാര്യമുണ്ട്. പഴയ നമ്മളുടെ ക്ലോത്ത് ഇല്ലേ, നമ്മളുടെ പഴയ ഡ്രസ്സ്, അത് നമ്മൾ കയ്യിൽ വെച്ചിട്ട് നമ്മൾ അതിനെ കീറണം എന്ന് പറയും. ആ ഡ്രസ്സിന് ടയർ ചെയ്യാന്ന് പറയും. ഇത് കീറുന്ന സമയത്ത് ആക്ച്വലി നമ്മളുടെ ആങ്കർ റിലീസിങ് അവിടെ നടക്കും. പക്ഷെ നമ്മുടെ ബോഡീന്റെ ഓരോ പാർട്ടിലായിട്ടും ഈ കാര്യങ്ങൾ സ്റ്റോർ ആവും. ഓക്കെ, അപ്പൊ അതിനെ നമ്മൾ റിലീസ് ചെയ്യാനായിട്ട് ഇങ്ങനത്തെ ആക്ടിവിറ്റീസ് ഒക്കെ ചെയ്യിപ്പിക്കും. അങ്ങനെ ഇമോഷൻസിന് എന്ത് ചെയ്യാ, റിലീസ് ചെയ്യാൻ പറ്റും. അങ്ങനെ. മനസ്സിലായി. താങ്ക് യു മാം. ഓക്കെ, നമ്മൾ ഇനി വരുന്ന ക്ലാസ്സിൽ എനിക്ക് തോന്നുന്നു March 5th ആണ് സ്റ്റാർട്ട് ചെയ്യുന്നതെന്ന് തോന്നുന്നു. അതിൽ നമ്മൾ കുറച്ചും കൂടി ഡീറ്റെയിൽ ആയിട്ട് ഓരോ ഇമോഷൻസ് എങ്ങനെ റിലീസ് ചെയ്യാന്നുള്ളത് പറഞ്ഞു തരുന്നുണ്ട് കേട്ടോ. അപ്പൊ ആരെങ്കിലും ഇൻട്രസ്റ്റഡ് ആണെങ്കിൽ ജോയിൻ ചെയ്യാം. ഓക്കെ മാം, താങ്ക് യു. ഓക്കെ മാം, ഓക്കെ, താങ്ക് യു. നല്ലൊരു സെഷൻ ഓക്കെ, ആയിരുന്നു മാം, ഒരുപാട് ഹെൽപ്ഫുൾ ആയി. താങ്ക് യു സോ മച്ച്. താങ്ക് യു സോ താങ്ക് മച്ച്. യു. അതെ, ഓക്കെ, നല്ല ക്ലാസ് ആയിരുന്നു. താങ്ക് യു മാം. താങ്ക് യു സോ മച്ച്. ഞാൻ ഈ PDF സൈസോൺ ഗ്രൂപ്പിൽ ഇടാം കേട്ടോ. അപ്പൊ എല്ലാവരും അത് ഡൗൺലോഡ് ചെയ്തെടുക്കുക. അപ്പൊ ഞാൻ എന്റെ നമ്പറിൽ നിന്നായിരിക്കും PDF അയക്കുന്നത്. അപ്പൊ ആർക്കെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ പേഴ്സണൽ നമ്പറിലേക്ക് മെസ്സേജ് അയച്ചോളൂ. ഓക്കെ, ഓക്കെ മാം, താങ്ക് യു സോ മച്ച്. ഓക്കെ. അപ്പോ താങ്ക് യു ഓൾ. ഗുഡ് നൈറ്റ്. സോ മച്ച്. ഗുഡ് നൈറ്റ്. ഗുഡ് നൈറ്റ്.